30-ാമത്തെ വാക്യത്തിൽ കാലേബ് മോശന് മുമ്പാകെ ജനത്തെ അമർ ചെയ്ത് നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. കാലേബ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ എന്തിനാ അതൊക്കെ തിരക്കുന്നത്? ആ ജനം കാശുള്ളവനാണോ? ആ ജനത്തിന് പൈസ ഉണ്ടോ, പിടിപാടുണ്ടോ, രാഷ്ട്രീയ പിടിപാടുണ്ടോ, അവർക്ക് പോലീസ് ഉദ്യോഗമുണ്ടോ? അതൊക്കെ നീ എന്തിനാ തിരക്കുന്നേ? ദൈവം അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന ആളുകൾ വലിപ്പമുള്ളവരാണോ ഇല്ലാത്തവരാണോ നമ്മൾ തിരക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്കൊരു വിഷയമല്ല. എന്തുകൊണ്ട്? ദൈവം അവരെ നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭീതിയും ഭയമൊന്നുമില്ല. നമ്മൾ പോകുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വി റിപ്രസെൻറ്റ് ഗാഡ്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് പിന്നെ ഭയം ഒരു ആവശ്യമില്ല. പക്ഷേ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ശൗലിൻ്റെ സേവകരാണെന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. അവരുടെ കൂടെ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ സേനയാണെന്നുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഓട്ടമാണ്. ഇന്നിപ്പോൾ സഭ ആകെപ്പാടെ വെല്ലുവിളി കേട്ട് ഓടുന്നതല്ലാതെ പോരാട്ടം മറന്ന സഭയാണ് ഇന്നത്തെ സഭ എന്ന് പറയുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ ഗത്യനായ ഗോല്യാത്ത് എന്ന അനാക്യ ഫെലിസ്തീയ മല്ലൻ ഫെലിസ്തീയുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്ന ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ആരൊക്കെയാണ്? ഇൻക്ലൂഡിങ് ശൗൽ ഉൾപ്പെടെ ഓടിപ്പോയി. ഓടാത്ത ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അതാണെന്നറിയാമോ? ദാവീദ്. അവൻ സൈന്യത്തിൻ്റെ ആളല്ല, അവൻ്റെ ആയുധമില്ല, പോരാട്ടത്തിനൊന്നുമില്ല. പക്ഷെ അവൻ പോയിരുന്നില്ല. ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ ആ ഗോല്യാത്തിൻ്റെയും ദാവീദിൻ്റെയും ഡിസ്ക്രിപ്ഷൻ വേദവസം പറയുന്ന വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഗോല്യാത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. 17-ാം അധ്യായത്തിന് 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവൻ എത്ര നീളമുണ്ട്, അവൻ ധരിച്ചിരിക്കുന്ന ആയുധങ്ങൾ എത്ര വലുതാണ്, അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആയുധവാഹകൻ എന്തൊക്കെയാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള പുറമേ ഉള്ള ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗോല്യാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ പുറമേ ഉള്ള ഡിസ്ക്രിപ്ഷൻ മാത്രം പറയുന്നത്? അവന് പുറമേ ഉള്ളതേ ഉള്ളൂ, അവൻ്റെ അകത്ത് വേറെ ഒന്നും ഇല്ല. എന്നാൽ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ യാതൊരു പുറമേ ഉള്ള ഡിസ്ക്രിപ്ഷനും പറയുന്നില്ല. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ദാവീദിനെ കുറിച്ച്. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിലെ ഇശായി എന്നു പേരുള്ള എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. അത് ശൗലിന്റെ അടുത്ത കാലത്ത് വയസ്സ് എന്ന വൃദ്ധനായിരുന്നു. ഇശായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദാവീദിന് ഈ പറയുന്ന യാതൊരു രീതിയിലുള്ള കഴിവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നമ്മൾ വായിച്ചിട്ടുണ്ട്, ശൗൽ ഒരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവൻ്റെ കൂടെ ചേർത്ത് കൊള്ളും. അപ്പം ഇശായിയുടെ 3 പുത്രന്മാരെ കണ്ടപ്പോഴത്തേക്ക് ശൗൽ പറഞ്ഞു, എടാ ഇവനെ എനിക്ക് വേണം, കാര്യം അവൻ വീരനും ശൂരനുമാണ്. ദാവീദിനെ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങനെ തോന്നിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ദാവീദ് വീരനോ ശൂരനോ അല്ല, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല. ആകെപ്പാടെ ഹീ ഈസ് എ പ്ലെയർ ഓഫ് ഹാർപ്പ് ആൻഡ് എ ടെൻഡർ ഓഫ് ദ ഷീപ്പ്, അത്രയേ ഉള്ളൂ. അവൻ ആകെപ്പാടെ കിന്നരവും വായിക്കാൻ അറിയാം, പിന്നെ ആടിനെ മേയിക്കാനും അറിയാം, വേറെ ഒന്നും അറിയത്തില്ല. അവൻ ഈ സാഹിത്യ ഭാഷ പോലും ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അവന് എന്ന് പറഞ്ഞാലേ അവന് വല്ല മനസ്സിലാകണമെങ്കിൽ ആടിൻ്റെ ഭാഷയാണ് മനുഷ്യൻ്റെ കാര്യം. കാട്ടിലല്ലേ കിടക്കുന്ന മുഴുവൻ, ഇല്ലേ? കാട്ടിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തി. അവൻ്റെ ചേട്ടന്മാരൊക്കെ ഭയങ്കര പ്രൊഫഷണലാണ്, അവന് ഭയങ്കര കഴിവുള്ള ആളുകളാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ചേട്ടന്മാരെക്കാളും അനിയന്മാരെക്കാളൊക്കെ നമ്മൾ മെച്ചപ്പെട്ടവരായതുകൊണ്ടൊന്നും അല്ല. അവർ മണ്ടന്മാരായിരിക്കും. പക്ഷേ കർത്താവ് എന്ത് ചെയ്യാണ്? കർത്താവ് അങ്ങനെയുള്ളവരെ അല്ല. അതുകൊണ്ട് യഹോവ എപ്പോഴും എന്താണ്? യഹോവ ഹൃദയത്തെയാണ്. ഗോല്യാത്തിൻ്റെ വിവരണം എല്ലാം പുറമേ ഉള്ളതാണ്, എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നു. നമ്മൾ 1 സാമുവേൽ 13 ശൗലിനെ ദൈവം ഉപേക്ഷിച്ച് കളയുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് 14-ാമത്തെ വാക്യം ശമൂവേലിനോട് പറയാണ്, ഇപ്പോഴോ നിന്റെ രാജ്യത്വം, ശമൂവേലിനോട് രാജ്യത്വം നിലനിൽക്കില്ല, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായി കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ അവൻ അന്വേഷിച്ചിട്ടുണ്ട്, യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. ബോധിച്ച ഒരു പുരുഷൻ. ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിതാണ്, യഹോവ ഹാത്ത് സോട്ട് ഹിം എ മാൻ ആഫ്റ്റർ ഹിസ് ഓൺ ഹാർട്ട്. ശരിക്കും ആ വാക്യത്തിൻ്റെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരുത്തനെ ദൈവം അന്വേഷിച്ചിട്ടുണ്ടെന്ന്. മലയാളത്തിൽ അത്രയും ക്ലാരിറ്റി ഇല്ല. ശരിക്കും എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, അതാണ് ദാവീദിൻ്റെ പ്രത്യേകത.
ദാവീദിന് വേറെ ഒരു പ്രത്യേകതയില്ല. അവൻ ആടിൻ്റെ ഭാഷ അറിയത്തുള്ളൂ, അവന് കിന്നര വായിക്കാൻ അറിയത്തുള്ളൂ, അവന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല, അവൻ പ്രൊഫഷണലല്ല, അവന് IIT MTech കഴിഞ്ഞൊന്നുമല്ല, ഒന്നുമല്ല. പക്ഷേ എന്തുണ്ടവന്? ഹി ഹാസ് എ ഹാർട്ട് ആഫ്റ്റർ ഗാഡ്. ഹി വാസ് ഓൾവേസ് ആഫ്റ്റർ ദ ഹാർട്ട് ഓഫ് ഗാഡ്. അവൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല അവിടെ പറയുന്നത്, അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കുന്നെന്നാണ്. നല്ല ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നല്ല ഹൃദയമുള്ള ഒരാളെന്നാണ്. ദാവീദിൻ്റെ ഹൃദയം നല്ല ഹൃദയമായിരിക്കും, പക്ഷേ അതിനേക്കാൾ ഉപരി അവിടുത്തെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കുന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം നല്ലതായിരിക്കണം, പക്ഷേ നമ്മുടെ ഹൃദയം നല്ലതായിരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊന്നും വേണം, നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കുന്നവനുമായിരിക്കണം. സീ ദ ഡിഫറൻസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മുടെ ഹൃദയം നല്ലതായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ ഹൃദയം നല്ലതായിരിക്കണം. പക്ഷേ ദൈവം അന്വേഷിക്കുന്ന പുരുഷൻ എങ്ങനെയുള്ളവനാണെന്ന് ചോദിച്ചാൽ, എ മാൻ സീക്കിംഗ് ഗോഡ്സ് ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് എപ്പോഴും തിരക്കുന്നതായ ഒരു വ്യക്തി. അതാണ് നമ്മളിൽ നിന്ന് ദൈവം, അതായിരിക്കണം നമ്മുടെ ക്വാളിറ്റി. കാര്യം നമുക്കറിയില്ല നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മളെപ്പോഴും അന്വേഷിക്കുന്നത്, കർത്താവേ എന്താണ് നിൻ്റെ ഹൃദയം? നിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയം, വി ആർ ഓൾവേസ് സീക്കിംഗ് വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗാഡ് ഇൻ മൈ ഡേ ടു ഡേ അഫയേഴ്സ്. എൻ്റെ ചെറിയ കാര്യത്തിൽ ഈ ദാവീദിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ദാവീദ് ഈവൻ രാജാവായി കഴിഞ്ഞിട്ടാണെങ്കിലും യുദ്ധത്തിന് മുമ്പോഴൊക്കെ ഞാൻ അവരെ പിന്തുടരണമോ ചോദിക്കുക ദൈവത്തോട്. അല്ലാതെ ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ടൊന്നുമല്ല ദാവീദ് പറയുന്നത്, അവനെ ഇതിലെ കൂടെ പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുമോ, അതിലെ കൂടെ പോയാൽ പറ്റത്തില്ല. ഇങ്ങനത്തെ ബുദ്ധിപരമായ ചിന്തയൊന്നുമില്ല. എന്താണ്? He was always seeking the heart of God. What is in the heart of God? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത്? പഴയ നിയമത്തിൽ വലിയ പ്രയാസമാണ് ഇന്നതൊക്കെ കണ്ടുപിടിക്കാൻ. കാര്യം ഉറീമും തുമ്മീമും ഒക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പുറകെ നടക്കണം. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമ്മൾ 2 Corinthians chapter 2 വായിക്കുമ്പോഴത്തേക്ക് എന്താണ്? The Spirit searcheth everything, even the innermost depths of God. ദൈവം, ആത്മാവ് സകലത്തെയും, ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? അവൻ ദൈവത്തിൻ്റെ ഹൃദയം ആരായുന്നു എന്നുള്ളതാണ്. അതാണ് ശരിക്കും എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, തനിക്ക് ബോധിച്ച പുരുഷൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്താണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും അതായിരിക്കണം നമ്മൾ അന്വേഷിക്കുന്നത്. സീക്ക് ദ ഹാർട്ട് ഓഫ് ഗാഡ്. നമ്മൾ അത് അന്വേഷിക്കുന്നുണ്ടോ? അതാണ് ഇന്നത്തെ പ്രശ്നം. നമ്മൾ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ പലപ്പോഴും പറയുമല്ലോ, നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ കർത്താവിനോട് അറിയിക്കുക, അവൻ നിനക്ക് ഡിലൈറ്റ് ഇൻ. നമ്മൾ പലപ്പോഴും ഈ വാക്യത്തിൻ്റെ പകുതി മാത്രം വായിക്കുന്ന ഒത്തിരി പ്രശ്നമുണ്ട്. ഡിലൈറ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഫുൾഫിൽ ദി ഡിസയർ ഓഫ് യുവർ ഹാർട്ട്. ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും സാധിപ്പിക്കും. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ അതിൻ്റെ ആദ്യത്തേത് എന്താണ്? ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്നുള്ളതാണ്. അതാണ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. അവന് വേറെ ആഗ്രഹങ്ങളില്ല. അവൻ എന്താണ്? ദൈവത്തിൻ്റെ ഹൃദയം എന്താണോ അതാണ് അവൻ്റെ ഹൃദയം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു? അത് മാറ്റിക്കളഞ്ഞിട്ട് ഹി ഈസ് സീക്കിംഗ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. അത് പുതിയ നിയമത്തിൽ ഈസിയാണ്. പഴയ നിയമത്തിലെ പോലെ ഉറിമും തുമ്മിയും ഒന്നും വേണ്ട. കാര്യം ദൈവം നമ്മളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന അവൻ്റെ പരിശുദ്ധാത്മാവ്, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യരിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ വേറെ ആരും തിരിച്ചറിയുന്നില്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെ അറിയുന്നത്? നാമോ ദൈവത്തിൻ്റെ ഹൃദയമുള്ളവരാണ്. അല്ലെങ്കിൽ നാം പ്രാപിച്ചിരിക്കുന്നത് അറിവിനായി. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കണം അറിവിനായി. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തന്നെ അതാണ്, അല്ലേ? ദ സ്പിരിറ്റ് സെർച്ചത്ത്. അവൻ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്? എന്തിനാണ്? അറിവിനായിട്ടാണ്. എന്ത് അറിവിനായിട്ട്? കുറച്ച് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ദൈവം. 1 Corinthians chapter 2 I just read that passage, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. Verse 10-11 മുകളിലുള്ള ഭാഗം നമുക്കറിയാമല്ലോ.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇല്ലേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടില്ലെന്നല്ല, നമുക്ക് അറിയത്തില്ലെന്നല്ല, നമുക്ക് തോന്നിയതൊന്നുമല്ല, ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് റിവീലിംഗ് സംതിങ് ആൻഡ് നോയിങ് സംതിങ്. അറിയുന്നതും വെളിപ്പെടുത്തുന്നതും രണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, കാര്യം തോന്നാൻ പറ്റത്തുമില്ല. പക്ഷേ ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് തോന്നിയൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് അതാണ് ദൈവഹിതമെന്നല്ല, എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ദൈവഹിതമെന്ന് നമ്മൾക്ക് ചിലപ്പോൾ പറയും, ഞാനും പറയും ചിലപ്പോൾ. പക്ഷേ അതല്ല, ദൈവം എന്ത് ചെയ്യുകയാണ്? തൻ്റെ ഹിതം എന്ത് ചെയ്യാണ്? വെളിപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും, അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാ? അവൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ. അങ്ങനെയാണ് നമ്മൾ അവൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാൻ കഴിയുന്നത്. അവൻ്റെ ഹൃദയത്തിലുള്ളതെന്നാണ് നമ്മൾ അറിയണം. യു അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രണ്ട്സ്? അത് നമുക്ക് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതും ഇതും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ദാവീദിൻ്റെ പ്രത്യേകത എന്നറിയാമോ? He knows what is in the heart of God. He was seeking always. He was after the heart of God. A man after God's own heart. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കണം. കർത്താവേ, എന്താണ് നീ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? എന്താണ് നീ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? He was the least among his people. 16-ാം അധ്യായത്തിൽ അവനെ വിളിക്കാനായിട്ട് വരുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ശമൂവേലിനോട് കർത്താവ് പറഞ്ഞു, നീ പോയി എൻ്റെ രാജ്യത്തിന് പ്രഭുവായിട്ട് അഭിഷേകം ചെയ്യുക. ഇശായിയുടെ പുത്രന്മാരിൽ ഒരുവനെ നീ അഭിഷേകം ചെയ്യുക. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇശായി 7 പുത്രന്മാരെയും കൊണ്ട് കാണിച്ചു. 8ാമത്തവനെ കാണിച്ചു പോലുമില്ല. അതിൻ്റെ അർത്ഥം എന്നാ? ഇവൻ്റെ അപ്പനും ഇവനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവനൊരു ഗുണവും മണവും ഒന്നും ഉള്ളവൻ അല്ല എന്ന്. ഇല്ലേ? they never thought they couldn't. അത് അവരുടെ കുറ്റമല്ല. ഇല്ലേ? ഈവൻ ശമൂവേലിന് പോലും ആദ്യം ഇശായിയുടെ ആദ്യത്തെ പുത്രൻ വന്ന് നിന്നപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു, ഗുഡ്, ഗ്രേറ്റ്, ദൈവം തൻ്റെ രാജ്യത്തെ ഭരിക്കാനായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് കൊള്ളാം. ശൗലിൻ്റെ അത്ര നീളമില്ലെങ്കിലും ഏകദേശമൊക്കെ ഒത്തു വരുന്നുണ്ട്, കൊള്ളാം എന്ന് പ്രവാചകനായ ശമൂവേലിന് പോലും തോന്നിപ്പോയി. പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലേ? നമ്മളും പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ ആളുകളുടെ വണ്ണവും പൊക്കവും പൈസയും ഇടപാടും ഒക്കെ കാണുമ്പോഴത്തേക്ക്, വിദ്യാഭ്യാസം കാണുമ്പോഴത്തേക്ക് കൊള്ളാം, ഇവൻ കൊള്ളാം, ഇവന് രണ്ട് വർത്തമാനം പറയാൻ അറിയാം, ഇവനെ കൊള്ളാം, ഇവനെ കിട്ടിയാൽ കൊള്ളാം എന്ന് നമ്മൾ പറയും. പക്ഷേ അവനെയൊന്നും അല്ല കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. അവൻ്റെ സ്വന്തം അപ്പൻ പോലും അവനെ തള്ളിക്കളഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവനെ ആകെ ആടിനെ മേയ്ക്കാൻ മാത്രമേ കൊള്ളത്തുള്ളെന്നുള്ളതാണ് അവൻ്റെ ചിന്ത. അവൻ്റെ സഹോദരനെ മരുഭൂമിയിൽ കുറേ ആടുള്ളതിനെ എവിടെ ചാടാ വന്നതെന്നാണ് ചോദിക്കുന്നത്. ആകെ ഇവനെ കൊണ്ട് കൊള്ളാവുന്നൊരു പണി എന്തേ ഉള്ളൂ? ആടിനെ തീറ്റുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ അവനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ. ദൈവം ഒരിക്കലും പ്രൊഫഷണൽ പീപ്പിളിനെ അല്ല. ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് പാസേജ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ വേസ് ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് സോ ഹയർ ദാൻ അവർ വേസ്. നമ്മുടെ വഴികളെക്കാളൊക്കെ എത്രയോ ഉയരത്തിലാണ് ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ ചിന്തകളെക്കാളൊക്കെ എത്രയോ വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ ചിന്തകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇനിയിപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് വീണ്ടും യുദ്ധത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ശൗല് ഓടുകയാണ്. എന്തൊരു കഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 1 ശമൂവേൽ 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ഇസ്രായേലിന് പ്രഭുവായിട്ട് 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ എന്തിനാണ് ഇവനെ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചാപ്റ്റർ 9 വേഴ്സ് 15-16 വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം, അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ശൗലിനെ നിയമിച്ചതെന്ന് അതിൻ്റെ ഫസ്റ്റ് ഇത് തന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന്. അവനാണിപ്പോൾ ഓടുന്നത്. അവൻ ഒരിക്കൽ ഓടിയവനല്ല. ഇതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരിക്കൽ യുദ്ധം ചെയ്തവനാണ് ഇവൻ. ഇന്നത്തെ വലിയൊരു പ്രശ്നം അതാണ്. നേരത്തെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ യുദ്ധം നിർത്തി. എന്നിട്ട് പഴയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാൻ ചെറിയ കാലത്ത് ഇവിടെ എല്ലാം നടന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ എല്ലാം പരസ്യവും നടത്തിയിട്ടുണ്ട്, ഞാൻ ഇവിടെ എല്ലാം ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇന്നൊരു ട്രാക്റ്റ് ആരും കൊടുക്കുന്നില്ല, ഇന്നൊരു വീടിലും കയറി ഇറങ്ങുന്നില്ല,
ഇന്ന് ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങുന്നില്ല. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ ഹോസ്പിറ്റൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ഗെറ്റ് ടൈം. മറ്റുള്ള ആളുകൾ ഓടിപ്പോകുന്നിടത്ത് പോയി പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞത് പ്രായോഗികമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഈവൻ ഇൻ ടാൻസാനിയയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമുണ്ട്. ഐ ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ടു വിസിറ്റ് ഹോസ്പിറ്റൽസ്. ഞാനിവിടെ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ ആൾക്കാരാണ് വരുന്നത്. അവർക്ക് ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഡാറസലാമിലെ ക്യാൻസർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോരു കഷ്ടതയിലാണ് അവർ, എന്തോരം കഷ്ടതയിൽ. ദേ ബിലോങ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി. പക്ഷേ അവർക്ക് ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അതൊന്നും പറഞ്ഞില്ല. ബിക്കോസ് അശരണരായ ആളുകളുടെ അടുത്ത് ഇനി അവർ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളതൊന്ന് പോയി ഒന്ന് കാണ്, അവരുടെ അടുത്തൊന്ന് ചെല്ല്. ദൈവം തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് എൻ്റെ പൂർണ്ണമായ വിശ്വാസം മാത്രമൊന്നുമല്ല, ഉറപ്പാണ്. ഐ അഷ്വർ യു ദാറ്റ് ഇഫ് യു വിസിറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് സ്പെൻഡ് സം ടൈം വിത്ത് ദം, ടോക്ക് ടു ദം അബൌട്ട് ജീസസ്, ലവ്, കൺസേൺ, അവനോടൊന്ന് കാണിച്ചാൽ ദൈവം തീർച്ചയായിട്ടും അതിനകത്ത് പ്രതിഫലം. അത് നമ്മളൊന്ന് ഒരു ആഴ്ചയിൽ ഒരു ദിവസം, ഐ എം നോട്ട് ആസ്കിങ് യു ടു ബി ദെയർ ഓൾവേസ്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യുക. 2 ദിവസം ടെലിവിഷൻ കാണുന്ന ഒന്ന് നിർത്ത്. എന്നിട്ട് ഇവിടെ ഒന്ന് വന്നൊന്ന് ഒരു 3 hours ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് ഒരു 3 hours ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, നിങ്ങൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഒന്ന് നോക്കുക. യുദ്ധം ചെയ്യുന്നത് നിർത്തരുത്. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 1000 പരസ്യങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ചിന്ത. എക്സാഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ കണക്കൊന്നും മുമ്പേ DN മോഡി പറഞ്ഞ പോലെ ഞാൻ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല. എങ്കിലും ഒരു 1000 കവലയിലെങ്കിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ കുറേ കാലമായിട്ട് എന്തില്ല, ഇവിടെ കവല പ്രസംഗം എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. കഴിഞ്ഞ വർഷം കെനിയായി ചെന്നപ്പോൾ മൊബിനും ബിബിനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർ പബ്ലിക്കിൽ എന്താണ് ഒരു 4 days റൈറ്റ് ബിബിൻ, 4 days or 5 days? 5 days പബ്ലിക്കിൽ മൈക്കും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ സ്ട്രീറ്റിൽ കൂടെ പോകുന്നവരെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇവിടെ കേരളത്തിലോ ഒരു പരിപാടിയില്ല, എന്നാൽ പിന്നെ കെനിയയിലാണെങ്കിലും വേണ്ടുകയില്ല. അവിടെ പരസ്യമായിട്ടൊരു യോഗവും മീറ്റിംഗും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഐ റിയലി ലൈക്ക് ഇറ്റ്. ക്രൂസൈഡ് അല്ല, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അറേഞ്ച്ഡ് ആയിട്ടുള്ള മീറ്റിംഗ് ഒന്നുമില്ല, നോട്ടീസ് അടിച്ചിട്ടൊന്നുമില്ല. ചുമ്മാ വഴിക്ക് നിന്നിട്ട് ഒരു സ്റ്റേജും കെട്ടി സി ഡു ദാറ്റ്. എന്ത് സംഭവിക്കാനാ? പിടിച്ചോണ്ട് പോട്ടെ, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. പണ്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, അത് കഴിഞ്ഞു. ശൗലും പണ്ട് യുദ്ധമൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ യുദ്ധമല്ല, ഓട്ടമാണ്. എവിടെങ്കിലും സുവിശേഷ വിരോധികൾ വന്നിട്ടുണ്ടെങ്കിൽ ഓടുകയാണ്, ഇതിലേക്കൂടെ വന്നാലോ എന്ന്. അവരവിടെ തുടങ്ങിയിട്ടുണ്ട്. കർണാടകയിൽ, ഒറീസയിൽ പ്രശ്നമാണ്, കർണാടകയിൽ തുടങ്ങിയിട്ടുണ്ട്, ഇനിയും കേരളത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടമാണ് അല്ലേ? ഒരിക്കൽ ചെയ്ത കാര്യങ്ങളല്ല. വീണ്ടും അവനെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഈ ഫെലിസ്ത്യരോട് പോരാടാനാണ്. പക്ഷേ അഭിഷേകം പോയി കഴിഞ്ഞപ്പോൾ അവന് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കണക്കിന് ഞാൻ ആലോചിക്കാറുണ്ട്, ഇവൻ യുദ്ധം ചെയ്യാത്തത് നല്ലതാ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്തോ ശക്തിയിലാണ് യുദ്ധം ചെയ്യുന്നത്. ഇവൻ എന്ത് ശക്തിയിലാണ് യുദ്ധം ചെയ്യുന്നത്? അപ്പം എൻ്റെ ഒരു വളരെ ഉയർന്ന പൊസിഷനുള്ള ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു, ഈ സെമിനാരിയുടെ കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ കത്തോലിക്കയുടെ സെമിനാരി, അതിനൊരു സിസ്റ്റം ഉണ്ട്. അവർക്ക് ദൈവകൃപ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് എന്തുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ നമ്മളൊരു ബൈബിൾ സ്കൂൾ തുടങ്ങിയപ്പോൾ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ദൈവകൃപ ഉണ്ടായിരുന്നു. കത്തോലിക്കർക്ക് ഇപ്പോഴും സിസ്റ്റം ഉണ്ട്, അവർക്ക് ഇന്നും അന്നും ദൈവകൃപ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയം. എന്തുണ്ട്? നല്ലൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് സിസ്റ്റം ഇല്ലായിരുന്നു. നേരത്തെ എന്തോ ഉണ്ടായിരുന്നു? ദൈവകൃപ ഉണ്ടായിരുന്നു. ദൈവകൃപ പോയപ്പോൾ ഇപ്പോൾ ദൈവകൃപയും ഇല്ല, സിസ്റ്റവും ഇല്ല. ഇപ്പോൾ ദൈവകൃപയും ഇല്ല, സിസ്റ്റവും ഇല്ല. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്? അവൻ്റെ മേൽ ഉള്ള ദൈവിക അഭിഷേകം, അവൻ്റെ ഭരണം തീർന്നെന്ന് 13-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് ശമൂവേലോട് പറഞ്ഞു, നിന്റെ ഭരണം തീർന്നു. 15-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലും പറയുന്നുണ്ട് അവൻ്റെ ഭരണം തീർന്നെന്നുള്ളത് അവന് തന്നെ അറിയാം. അവന് ദൈവം കൈവിട്ടു എന്നുള്ളത്. പിന്നെ 15-ാം അധ്യായത്തിന് 35-ാം വാക്യം വായിക്കുമ്പോൾ ശമൂവേൽ അവനോട് പറഞ്ഞു, ഇനി നീ എൻ്റെ മുഖം കാണുകയില്ല. നേരത്തെയൊക്കെ ഇവനെ നന്നാക്കാനെങ്കിലും, ഇവനൊരു തെറ്റ് ചെയ്താലും അതിൻ്റെ പുറകെ ചെന്ന് ഇവനെ നന്നാക്കാൻ ആരുണ്ടായിരുന്നു? പ്രവാചകനുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല അല്ലേ? ദൈവാത്മാവ് അവനോട് കൂടെ ഇല്ല. 16-ാമത്തെ അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവാത്മാവ് അവനെ വിട്ടുപോയി. ഇപ്പോൾ എന്താ ഉള്ളത്? ഒരു ദുരാത്മാവ് അവൻ്റെ മേൽ ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള യുദ്ധം ചെയ്യാതിരിക്കുന്നതല്ലയോ നല്ലത്? ഇനി അവർ സുവിശേഷം അറിയിക്കുന്നില്ല, ഇവർ സുവിശേഷം അറിയിക്കുന്നില്ലെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയമുള്ള ഈ ട്രഡീഷണൽ പെന്റിക്കോസ്റ്റൽ ചർച്ചസ് ഉൾപ്പെടെയുള്ള ചർച്ചസ് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഒരു കണക്കിന് നല്ലതാണ്. കാര്യം അവർ പോയി ഇത് കുളമാക്കുന്നതിനേക്കാളും നല്ലതാണ് ദൈവം അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ മക്കൾ പോയി കർത്താവിനെ കുറിച്ച് പറയുന്നത്. നേരത്തെയൊക്കെ സുവിശേഷം പറഞ്ഞവരാ,
പക്ഷെ തെറ്റ് പറ്റിയപ്പോൾ അവരെ നന്നാക്കാൻ പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ കൂടെ പ്രവാചകന്മാർ പോലും ഇല്ല, ഉണ്ടെങ്കിലും അടുപ്പിക്കത്തില്ല. ഇല്ലേ? അവർക്ക് ആർക്കെങ്കിലും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ പറയുന്ന എസ്റ്റാബ്ലിഷ് ചർച്ചസിൻ്റെ ലീഡേഴ്സിന് ആർക്കെങ്കിലും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വിധിക്കുന്നതൊന്നുമല്ല, പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. അവർക്ക് നന്നാകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവർക്ക് നന്നാകണമെന്ന് പറഞ്ഞാൽ അവർ നന്നാകണമെന്നുണ്ടല്ലോ, അത് അവർക്ക് നന്നാകണമെന്ന് ഇല്ല. ഒരു പ്രവാചകൻ അവർക്കില്ല, ഒരു കൗൺസിൽ ചെയ്യാൻ ആളില്ല, അവരെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാൻ ആളില്ല. ദൈവാത്മാവ് അവരെ വിട്ടുപോയി, ദുരാത്മാവ് ബാധിച്ചിരിക്കുകയാണ്. പിന്നെ അവൻ വന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞ് വെറുതെ എന്തിനാണ് ഇത് കുളമാക്കുന്നത്? ശൗലിനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ അഭിഷിക്തനായ ദാവീദിനെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഫെലിസ്ത്യ മല്ലനെ കൊല്ലുവാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളവർ ബാക്കിയുള്ള, അതായത് എസ്റ്റാബ്ലിഷ് ചർച്ചസിൻ്റെ ഒരു കാലത്തെ വലിയ ശൂര പരാക്രമം നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇന്ന് ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ, ശരിയല്ലേ പറഞ്ഞു? ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരും, ഇന്ന് നേതാക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ പാർട്ടികളും ഒരു കാലത്ത് വഴി നിന്ന് പ്രസംഗിച്ചിട്ടുള്ളവരാ. അവരാരും മാനത്തുനിന്ന് പൊട്ടി വീണൊന്നുമല്ലല്ലോ, അധികാര കസേരയിട്ട് ഒരു ദിവസം കയറി വന്നതൊന്നുമല്ല. ഇവരൊക്കെ ഗ്രാമാന്തരങ്ങളിൽ നടന്ന് കഷ്ടപ്പെട്ട് സുവിശേഷം അറിയിച്ചവരാണ് ഇന്ന് ഈ കസേര കയറിയിരിക്കുന്നത്. കസേര കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് സുവിശേഷവും വേണ്ട, പ്രസംഗവും വേണ്ട, ആളുകൾ രക്ഷിക്കപ്പെടുകയും വേണ്ട, ഒന്നും വേണ്ട. കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെവിക്കോളിൻ്റെ പരസ്യം എല്ലാം കൊടുത്ത് എണീക്കത്തില്ലല്ലോ. എണീറ്റ കസേരയും കൊണ്ടേ എണീക്കത്തുള്ളൂ. നമ്മൾ അവർ പോട്ടെ, അവരുടെ കാര്യം വിടട്. കർത്താവ് തന്നെ പരീക്ഷന്മാരുടെ അവരുടെ കാര്യം വിട് എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഇവരെ നന്നാക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുന്ന ഫെലിസ്തീനെ കണ്ടിട്ട് അഭിഷേകമുള്ള ദാവീദിന് വെറുതെ നിൽക്കാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. നമ്മളും കൂടെ ചെയ്യാതിരിക്കരുത്. ശൗല് ചെയ്യട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി ശൗൽ ഇത് ചെയ്യത്തില്ല, അവൻ ചെയ്യണ്ട, പോട്ടെ. ദാവീദ് വരുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ദാവീദിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ 12-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നല്ലോ. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് അതിനകത്ത് പറയട്ടെ. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ നിന്ന് അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. കാര്യം ഇടയ്ക്കിടയ്ക്ക് ശൗലിന് പോയി കിന്നരം വായിച്ച് ഇവൻ്റെ ദുരാത്മാവിനെ ഒന്ന് ശാന്തപ്പെടുത്തുന്ന, ഇറക്കി വിടാനൊന്നും പറ്റത്തൊന്നുമില്ല, പിന്നെന്താണ്, ഒന്ന് ശാന്തപ്പെടുത്താൻ വേണ്ടി ഇവൻ ഒരു കിന്നരം വായിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് നമുക്കറിയാം, ആ സ്റ്റോറി അറിയാം. പക്ഷേ അതേസമയം ഇവൻ എന്ത് ചെയ്തില്ല? അവൻ്റെ ആടുകളെ ഒട്ട് കളഞ്ഞുമില്ല. കൊട്ടാരത്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടും അവൻ എന്ത് ചെയ്തില്ല? അവൻ്റെ ആടുകളെ കളഞ്ഞില്ല. ഈ സംബഡി ഹൂ ഈസ് റെസ്പോൺസിബിൾ. എനിക്ക് ഈ ദാവീദിനോടുള്ള ഒരു താല്പര്യവും കാര്യവും അതാണ്. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വേറെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പറയായിരുന്നു, ശമൂവേൽ ഇവനെ അഭിഷേകം ചെയ്തു, ഇത്രയും എല്ലാം ഉണ്ടായിട്ടും ഇവൻ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലല്ലോ. ഈ കിളുന്ത് പിള്ളേർ കിടന്ന് ഈ വലിയ ക്രൂസൈഡിനും മറ്റും കിടന്ന് ചാടുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും, എന്തോ അവരുടെ കയ്യിലൂടെയാണ് ലോകം മുഴുവൻ പോകുന്നതെന്നാണ് ഇവരുടെ ചിന്ത. 16-17 വയസ്സല്ല, ഇപ്പം 20 വയസ്സിന് മുമ്പ് ഒരു പ്രവചനപരമോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാട് നീളെ അവൻ്റെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇവൻ്റെ കൂടെയാണ് നടക്കുന്നുള്ള ചിന്തയിലാണ്. അഹങ്കാരം കൊണ്ട് ഈ കൃപാവരം ഒന്ന് എവിടെ നിന്നെങ്കിലും ഒരു കൃപാവരം കിട്ടുമ്പോഴത്തേക്ക് അഹങ്കരിച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്ന് പലപ്പോഴും കാണുന്നത്. പക്ഷേ ദാവീദിനെ നോക്ക്, അവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ പേരിൽ ഒരു അഹങ്കാരമോ മറ്റുള്ള കാര്യങ്ങളോ രാജകൊട്ടാരത്തിലെ ജോലിയോ ദൈവത്തിൻ്റെ അഭിഷേകം ഒന്നും അവൻ എന്ത് ചെയ്യുന്നില്ല, സ്വാധീനിക്കുന്നില്ല. അതാണ് ദൈവം ശ്രദ്ധിക്കുന്നതായ കാര്യം. ഹ്യൂമിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി അതർ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ്. ഒരു കാരിസ്മാറ്റിക് ഗിഫ്റ്റിനേക്കാളും വലുതാണ് എന്താണെങ്കിലും താഴ്മ എന്ന് പറയുന്നത്. പ്രവചനപരത്തേക്കാൾ നല്ലത്, ഒരു പ്രവാചകനായിരിക്കുന്നതിനേക്കാളും നല്ലതാണ് താഴ്മയുണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവചനപരം കിട്ടുന്നതിനേക്കാളും നല്ലതാണ് എന്ത്? താഴ്മയുള്ള ഒരു മീക്നെസ് ഉള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് കൃപാവരങ്ങളോട് വിരോധമുള്ള ആളോ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷേ കൃപാവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം അതിൻ്റെ പേര് തന്നെ കൃപാവരങ്ങളെന്നാണ്. ഇറ്റ് ഈസ് ഗ്രേസ് ഗിഫ്റ്റ്, കാരിസ്മാറ്റ, ഗ്രേസ്. അത് എൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല, ഇത് കർത്താവ് എൻ്റെ വിശുദ്ധി കൂടിയതുകൊണ്ടൊന്നും തന്നൊന്നുമല്ല. ഇത് അത് ആദ്യം മനസ്സിലാക്കണം. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം നമുക്കിതൊക്കെ തരുന്നെന്നുള്ളതേ ഉള്ളൂ. അത് എനിക്ക് വേണ്ടിയുമല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട്. അല്ലാതെ എന്താണ്, അവരെ സേവിക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നും ഇല്ല. ഓരോരുത്തരും ലഭിച്ച കൃപാവരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാനിഫോൾഡ് ഗ്രേസ് കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. 1 Peter chapter 4 verse 10 പറയുന്ന കാര്യം അതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാനിഫോൾഡ് ഗ്രേസ് എന്തിനു വേണ്ടിയാണ്? അന്യോന്യം ശുശ്രൂഷിപ്പാൻ. ദാറ്റ്സ് ഓൾ. അതിനകത്ത് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അഹങ്കാരമാണ് വാസ്തവത്തിൽ ഇന്നത്തെ ശുശ്രൂഷകരുടെ നല്ലൊരു ശതമാനം ആളുകളെയും നശിപ്പിച്ച് കളഞ്ഞത്.
ഇതുപോലെയുള്ള അഹങ്കാരമാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം മറ്റൊന്നുമല്ല. ആർക്കെങ്കിലും ദൈവം കൃപാവരങ്ങളെ തരുന്നെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, കൃപാവരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ കൂടുതൽ താഴ്മയുള്ളവരായിരിക്കുകയാണ്, അല്ലാതെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയല്ല. ഏത് കാര്യവും ദൈവം സുവിശേഷം അറിയാൻ നമ്മളെ അറിയിക്കാൻ വിളിച്ചാലും 4 പേര് നമ്മൾ മുഖേന കർത്താവിലേക്ക് വന്നാലും ഒന്നും അഹങ്കരിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ദൈവം സാധാരണക്കാരോട് ഒന്നും എതിർത്ത് നിൽക്കുന്നില്ല, പക്ഷേ ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവം പാപികളോട് പോലും മനസ്സലിവ് കാണിക്കുന്നു, പക്ഷേ അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു. ഐ ആം നോട്ട് ജോക്കിങ്. ഇത് ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇന്നത്തെ സഭയിൽ, കാര്യം ഇന്നത്തെ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി. സമൂഹത്തിലൊരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യുകയാണ്? അഹങ്കരിക്കുകയാണ്. എന്ത് കഴിവുണ്ടെങ്കിലും അതെല്ലാം അഹങ്കരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അടങ്ങിയിരിക്കാനോ ഒതുങ്ങിയിരിക്കാനോ ഒന്നും ആർക്കും അറിയത്തില്ലല്ലോ. അത് നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഈ പിള്ളേർ, എനിക്ക് ഏറ്റവും വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ പിള്ളേരെയൊക്കെ ഒരു കീബോർഡ് വായിച്ച ഉടനെ തന്നെ മോളെ ഒന്ന് പാടിക്കേ, മോളെ ഒന്ന് വായിച്ച്, ഇവള് നന്നായിട്ട് പാടും കേട്ടോ എന്നൊക്കെ ഈ തന്തയും തള്ളയും കൂടെ ഈ പെണ്ണിനെയും ചെറുക്കനെയും ഇട്ട് പോക്കി ഭയങ്കര കഷ്ടമാണ്. അവർ പാടുന്നെങ്കിൽ പാടട്ടെ, അവർ വായിക്കുന്നെങ്കിൽ വായിക്കട്ടെ. ഇതെന്തിനാ ഈ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്? എനിക്കത് അറിയാൻ വയ്യാതെ. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ ടീനേജിൽ എത്തുന്നത് വരെ പിള്ളേരെ അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കരുത്. കാര്യം ആ സമയത്താണ് ഇവരുടെ മനസ്സിൽ ഇതെല്ലാം, ഇവരുടെ ഈഗോ ഇങ്ങനെ അങ്ങ് ഞാനൊരു സംഭവമാണ്, അല്ലേ, ഞാൻ കൊച്ചു പുള്ളിയൊന്നുമല്ല, ഞാനൊരു സംഭവമാണ് എന്ന് ഇവരുടെ മനസ്സിലങ്ങ് തോന്നും. ഇതുപോലെ മനുഷ്യൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഈ പിള്ളേർ 12 വയസ്സ് കഴിഞ്ഞിട്ട് 13-14 വയസ്സാകുമ്പോൾ ഈ തന്നെ തള്ളപ്പെടും, നിന്നെ എന്തിനു കൊള്ളാവടി, നീ സൂസിയുടെ കൊച്ചിനെ നോക്കടി. ഇത്രയും നാളുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന ഈഗോ നിങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയാണ്. ടീനേജ് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണം. കാര്യം അവർക്ക് അന്നേരം പ്രോത്സാഹനം വേണം. ചെറിയ പിള്ളേരെ നോർമൽ വേയിൽ അവരെല്ലാവരെയും പോലെ ആണെന്നുള്ള നിലയിൽ പഠിപ്പിക്കണം. ദേ ആർ ലൈക്ക് എനി അതർ ചൈൽഡ്. നിങ്ങളെ കൊച്ച് വലിയ കഴിവുള്ളത്, ഒന്നിനും കഴിവില്ലാത്തതെന്നുള്ള, അങ്ങനെ ഈ ഞാൻ പറഞ്ഞത് അവിടുന്ന് പിടിച്ച് കയറുന്നതാണ് ഈ അഹങ്കാരം. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ അങ്ങനെ വളർന്നു വരുന്ന പിള്ളേർക്ക് ഒരിക്കലും പിന്നീട് ഈ താഴ്മ എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല. അത് നമ്മൾ പ്രായോഗികമായിട്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. താഴ്മയെന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഈ കോമ്പറ്റീറ്റീവായിട്ടുള്ള മൈൻഡ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെയല്ല. അവൻ എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും ഒരു മനുഷ്യൻ പോലും ഈ കാര്യങ്ങൾ അറിയുന്ന പോലുമില്ല. ഞാൻ ആലോചിച്ചു, ഈ സിംഹത്തെയും കരടിയും ഒക്കെ അവൻ വലിച്ചു കിടിയ കാര്യം ഇവൻ്റെ ചേട്ടൻ അറിയത്തില്ലല്ലോ. ഇവൻ്റെ സ്വന്തം ചേട്ടന് എന്തറിയത്തില്ല? സിംഹത്തെയും കരടിയും വലിച്ചു കിടിയ കഥയൊക്കെ നമ്മൾ പിന്നെ വായിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇവൻ്റെ ചേട്ടൻ അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ആ ചേട്ടൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു? പോയി ആടിനെ പോയി നോക്കടാ, നീ എന്തിനാണ് നിൽക്കുന്നതെന്ന് പറയത്തില്ലായിരുന്നു. അവൻ്റെ സ്വന്തം ചേട്ടനും അപ്പനും പോലും അറിഞ്ഞില്ല. അങ്ങനെ വളരട്ടെ നമ്മുടെ പിള്ളേരെ. ഒരു രഹസ്യമായ ദൈവബന്ധം നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയത്തെയാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് അവൻ്റെ അപ്പൻ പറഞ്ഞു, നിൻ്റെ ചേട്ടന്മാർക്ക് വേണ്ടി നീ കുറച്ച് ഫുഡെല്ലാം കൊണ്ട് കൊടുക്കണം, 10 പറ മലരെല്ലാം കൊണ്ട് കൊടുക്കണം, പിന്നെ സേനാധിപന് വേണ്ടി നീ കുറച്ച് പാൽക്കട്ടി കൊണ്ട് കൊടുക്കണം. അത് കൊണ്ട് കൊടുക്കാനാണ് ഇവനെ പറഞ്ഞു വിടുന്നത്. എന്നിട്ട് അവരുടെ കുശലമൊക്കെ അന്വേഷിച്ച് വരണമെന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞു വിടുകയാണ്. അവൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? അവൻ പോയി ആടിനെ കാവൽക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കാര്യം അവൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോഴും അവൻ മറക്കുന്നില്ല. അതായത് യുദ്ധം കാണാൻ വെറുതെ വന്നിരിക്കുന്നു, മരുഭൂമിയിൽ ആരുടെ കീഴിൽ ആടിനെ ഇട്ടേച്ചാടാ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അവനതൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ദൈവവേല ചെയ്യുന്നവൻ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവനൊന്നുമല്ല. അത് പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റായ ധാരണയാണ്. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവനാണ് ഇങ്ങനെ ഓടിപ്പോകുന്നെന്നുള്ള. അങ്ങനല്ല. അവൻ അതെല്ലാം ചെയ്തിട്ട് അവിടെ ചെല്ലുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് പറയട്ടെ. അവിടെ ചെന്നു, ഈ മലര് സഹോദരന്മാർക്ക് വേണ്ടി കൊണ്ടുപോയതാണ്, പാൽക്കട്ടി ആർക്ക് വേണ്ടി കൊണ്ടുപോയതാണ്? സേനാധിപന് വേണ്ടി കൊണ്ടുപോയതാണ്. അന്നത്തെ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കണം. ഇശായിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പിള്ളേരെ യുദ്ധം ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തു. യുദ്ധം ചെയ്യാൻ വിട്ടുകൊടുത്തത് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചല്ല, ആ യുദ്ധം ചെയ്യുന്ന മക്കൾക്ക് വേണ്ട ആഹാരം കൂടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുകയാണ്. ഇന്നിപ്പോൾ ഏതെങ്കിലും ചെറുക്കനെ സുശേഷ വിലയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ അപ്പൻ്റെ ചോദ്യം എന്തോ കിട്ടുമെന്നാ, ഇല്ലേ? രണ്ടിനും ഉത്തരവാദിത്വം നമുക്കുണ്ട്. മക്കളെ വിട്ടുകൊടുക്കാൻ മാത്രമല്ല നമുക്ക് ഉത്തരവാദിത്വം, അവരുടെ സന്ധാരണത്തിന് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എപ്പോഴും കൊടുക്കാനുള്ള മനസ്സായിരിക്കണം നമുക്ക്. മക്കളെയും കൊടുക്കണം, പണവും കൊടുക്കണം. മക്കളെ കൊടുത്തതുകൊണ്ട് പണം കൊടുക്കണ്ടെന്നില്ല. ഞാനൊരു ഒരാളുടെ കഥ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കഥയല്ല, പണ്ടത്തെ കഥയാണ്. ഇപ്പോഴത്തെ അതിനപ്പുറത്തേതായിരിക്കും.
അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ദശാംശം ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം എല്ലാം വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇയാൾ മോനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേർന്നു. അപ്പോൾ ഇയാൾ ചിന്തിച്ചു, ഏതാണെങ്കിലും ദശാംശം ദൈവവേലയ്ക്കുള്ളതാണല്ലോ, ഇവന് സുവിശേഷ വേലയ്ക്കുള്ളതാണല്ലോ, അതുകൊണ്ട് ഇവനെ പഠിപ്പിക്കാനുള്ള പൈസയൊക്കെ എവിടെ നിന്ന് എടുത്തു? ഞാനിപ്പോൾ ദശാംശം കൊടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞതല്ല, ദശാംശത്തിൽ നിന്ന് എടുത്ത് കരിയൻ സുവിശേഷ വേലയ്ക്ക് കൊണ്ടുള്ള ചെറുക്കനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദശാംശത്തിൽ നിന്ന് പണം എടുത്താണ് എന്ത് ചെയ്തത്? ചെറുക്കനെ പഠിപ്പിച്ചത്. ചെറുക്കൻ പഠിച്ചു കഴിഞ്ഞിട്ട് പട്ടാളത്തിലും ചേർന്നു. സി, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ലഭിക്കാനല്ല, പ്രത്യേകത എന്താണ്? ഗിവിങ് എൻഡ്. പിന്നെ അവൻ്റെ മക്കൾക്ക് മാത്രമല്ല അവൻ കൊടുത്തു വിട്ടത്. യുദ്ധം ചെയ്യുന്ന സൈന്യാധിപൻ എന്ത് ചെയ്തു? പാൽക്കട്ടി കൊടുത്തു വിടുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഈ സൈന്യാധിപൻ ഇശായിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയല്ലോ, ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണേ, നിങ്ങളൊക്കെ സഹായിച്ചെങ്കിലേ പറ്റുള്ളൂ, എന്താ അതുകൊണ്ട് കുറച്ച് പാൽക്കട്ടിയൊക്കെ കൊടുത്തു വിട്ടേക്കണമെന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇന്ന് യുദ്ധം കളഞ്ഞേച്ച ആളുകൾ പാൽക്കട്ടിയിൽ നിരക്കി പോവുക. യുദ്ധഭൂമിയിൽ യുദ്ധത്തിൻ്റെ നേതാവ് പോലും ഇല്ല. അവരെവിടെ പോയിരിക്കുക? പൈസ പിരിക്കാൻ പോയിരിക്കുകയാണ്. യുദ്ധം ചെയ്യാൻ പൈസ പിരിക്കാൻ പോയിരിക്കുകയാണ്. എടീ, യുദ്ധം ചെയ്യാൻ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ യുദ്ധം ചെയ്യാനുള്ളത് നിനക്ക് അങ്ങോട്ട് ആളുകൾ കൊണ്ടുതരും. അതാദ്യം മനസ്സിലാക്കണം. അതിനിപ്പോൾ ടെലിവിഷനിൽ കൂടെ പൈസ പിരിക്കും, മറ്റിടത്തൂടെ പൈസ പിരിക്കും. പൈസ പിരിക്കുക എന്നുള്ളതല്ലാതെ ഇന്ന് അതാണല്ലോ ഒരു വലിയ പ്രധാനപ്പെട്ട ജോലി. ഇന്ന് യുദ്ധത്തേക്കാൾ കൂടുതൽ നടക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയുള്ള ഫണ്ട് പിരിവാണ്, അല്ലേ? അതാണ് നടക്കുന്നത്. ഇന്ന് യുദ്ധത്തേക്കാൾ കൂടുതൽ ഫണ്ട് പിരിവാണ് നടക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളെ വിളിച്ചെങ്കിൽ യുദ്ധം ചെയ്യുന്നെങ്കിൽ ഇശായി കൊടുത്തു വിടുവന്നേ. കൊടുത്തു വിടുന്നത് നിങ്ങൾ വാങ്ങിക്കണം ഞാൻ പറയുന്നില്ല. കൊടുത്തു വിടണം. ഇശായിമാരാണെങ്കിൽ കൊടുത്തു വിടും. ഇശായിയെ പോലുള്ള വിശ്വാസികളും ഈ സേനാധിപനെ പോലെ യുദ്ധമുഖത്ത് നിൽക്കുന്നതായ, ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ, യുദ്ധമുഖത്ത് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ യുദ്ധമുഖത്ത് നിൽക്കുക. ഇനി പെട്ടെന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ദാവീദ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ഇതുകൊണ്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്നവനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്ക് രാവിലെ എക്സസൈസാണ്. അത് ലെഫ്റ്റ് റൈറ്റ് ഭയങ്കര എക്സസൈസൊക്കെയാണ്. എക്സസൈസേ ഉള്ളൂ, യുദ്ധമൊന്നുമില്ല. ഇന്നിപ്പം ചർച്ചിൽ എന്തേ ഉള്ളൂ? എക്സസൈസ് മാത്രമേ ഉള്ളൂ. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം, ഇരുന്നുകൊണ്ട് കൈയടിക്കാം, കൈകളെ ഉയർത്താം, കൈകളെ വിരിക്കാം, അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്താട്ടെ, പ്രൈസ് ലോർഡ് എന്ന് പറ, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് യു എന്ന് പറ. എക്സസൈസാ. എന്തോ ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പുറത്തെങ്ങാനും ഒന്ന് പോയി പറ. പുറത്ത് പോകത്തില്ല. അകത്ത് മുറിക്കകത്തിരുന്ന് എന്ത് ചെയ്യാണ്? ആരാധനയിൽ എല്ലാവരും അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്താട്ടെ. ഇത് എനിക്ക് മനസ്സിലായി. എന്തും ഇത് ഇവരൊരാൾ പോലും പുറത്തു പോയി യുദ്ധം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഭയങ്കര എക്സസൈസാണ്. എന്നിട്ട് ഗോലിയാത്ത് വെല്ലുവിളിക്കാൻ വരികയും എല്ലാവരും ഭയങ്കര ഓട്ടം. ആകെ ഉള്ളത് എക്സസൈസും ഓട്ടവും. ഇന്ന് സഭയിലും ഇതേ ഉള്ളൂ. എക്സസൈസും ഉണ്ട്, ഓട്ടവും ഉണ്ട്. എക്സസൈസിന് നമ്മൾ പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുമെന്നുള്ളതേ ഉള്ളൂ. എക്സസൈസും ഓട്ടവും, പ്രൈസ് ആൻഡ് വർഷിപ്പും, അത് കഴിയുമ്പോൾ ഓട്ടവും. അല്ലാതെ എന്തോന്ന്? ഇതാണോ ചർച്ച്? ഇതിനാണോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതിനാണോ ഇത്രയും യുവാക്കളെ നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ഇത് ഓരോ സഭയും ചിന്തിക്കേണ്ട കാര്യമാണ്. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ വന്നിരിക്കുന്നത്? യുദ്ധം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഓടുന്നത്? എല്ലാവരും ഓട്ടം ഓടിയപ്പോൾ ഇനി വായിക്കുന്ന ഭാഗങ്ങൾ ഭയങ്കര രസമാണ്. അതിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങളോടൊക്കെ, അതായത് വേദോസം വായിക്കുമ്പോൾ അതിൻ്റെ ടോൺ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അതേപോലൊരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. ഗത്യനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിലകളിൽ നിന്ന് പുറപ്പെട്ട് 23-ാമത്തെ വാക്യത്തിൽ മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് കേട്ടു. ആരെങ്കിലും ഉണ്ടെങ്കിൽ യുദ്ധത്തിന് വാ എന്ന് പറയുന്ന വാക്കുകളെ കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. എന്നാറെ ഇസ്രായേല്യർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവന് കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിൽ ഇസ്രായേലിന് കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കെ നിൽക്കുന്നവനോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവന് ഇന്നതൊക്കെയും കൊടുക്കുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് കേട്ട് ദാവീദിനോട് കോപിച്ചു. ഞാൻ ഇത്രയും വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഭാഗം നമ്മൾ വളരെ ഡിഫറൻ്റായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നൊരു ചോദ്യമുണ്ട്. ഫെലിസ്ത്യ മല്ലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദാവീദിനോട് കൂടെ നിൽക്കുന്നവൻ പറഞ്ഞു, അടുത്ത് നിൽക്കുന്നവൻ പറഞ്ഞു, കണ്ടില്ലേ വന്ന് പറയുന്നത് കണ്ടില്ലേ, എന്തൊരു കഷ്ടമാണെന്ന് പറ.
ഇവനെ കൊല്ലുന്നവന് രാജാവ് കരമൊഴിവായിട്ട് കൊടുക്കും, പണം കൊടുക്കും, അവനെ സമ്പന്നനാക്കും, മകളെ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞേ? എന്തൊക്കെ കിട്ടും? അത് എന്തുവാ, വസ്തു കിട്ടും, കരമൊഴിവായിട്ട് കിട്ടും, പിന്നെ മകളെ കൊടുക്കും. ഓ അങ്ങനാണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അവൻ്റെ ചേട്ടൻ വന്നിട്ട് എന്തോടാ നോക്കി നിൽക്കുന്നത്? ഇതാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചോദ്യം അല്ലേ? അല്ല, അങ്ങനെയല്ല വരത്തുള്ളൂ സ്വാഭാവികമായിട്ട് വായിക്കുമ്പോൾ. പക്ഷേ ഇങ്ങനെയല്ല സംഭവം. ഇത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ദാവീദ് യുദ്ധം ചെയ്യുന്നത് തന്നെ മീഖളിനെ കിട്ടുമെന്ന് വെച്ചാണെന്ന് ചിന്തിച്ചു പോകും. കാര്യം പെങ്കൊച്ചിനെ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ യുദ്ധത്തിന് പോകാമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ അങ്ങ് പെട്ടുപോകും, പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സംഭവം ഇതല്ല. എന്താ സംഭവിക്കുന്നത് അറിയാമോ? എല്ലാ ഇസ്രായേലിലും ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഓടിപ്പോയി. ദാവീദ് ഓടിയില്ല. ദാവീദ് മുന്നോട്ട് പോവാ. ഇവനാരടാ പാട്ടി? അവനെന്തായി പറയുന്നേ? ജീവനുള്ള ദൈവത്തിൻ്റെ സേന ഇവനെന്തോ മുന്നോട്ട് പോകുകയാണ്. അവൻ്റെ കയ്യിൽ ആയുധമില്ല, അവൻ്റെ കയ്യിൽ വാളില്ല, കുന്തമില്ല, ഒന്നുമില്ല. ഇവനെന്ത് ചെയ്യാണ്? മുന്നോട്ട് പോകുകയാണ്. മുന്നോട്ട് പോയത് കണ്ടപ്പോൾ പുറകിൽ നിന്ന പടയാളി കളിയാക്കി പറഞ്ഞതാണ്, എന്താ വാടാ നോക്കി നിൽക്കുന്നത്? ഇങ്ങനെ ചോദിക്കുന്നത്. കണ്ടില്ലേ വന്ന് നിൽക്കുന്നത്? അവനെ കൊല്ലുന്നവന് രാജാവ് വസ്തു കരമൊഴിവായിട്ട് കൊടുക്കുമെന്നും സമ്പന്നനാക്കുമെന്നും മോളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഒരു കൈ നോക്കുന്നോ? കളിയാക്കി പറഞ്ഞതാ. അതായത് ഈ ചെറുക്കൻ വാളോ പരിചയമോ കുന്തോ ഒന്നും ഇല്ലാതെ എല്ലാവരും പുറകോട്ട് ഓടുമ്പോൾ ഇവൻ മുന്നോട്ട് പോകുന്നത് കണ്ട് ഈ ഫെലിസ്ത്യ മല്ലൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ചെല്ലുന്നത് കണ്ടുകൊണ്ട് കളിയാക്കി ഇവൻ പറയുകയാണ്, എന്തുവാടാ നോക്കി നിൽക്കുന്നത്? എന്നാ ഒരു കൈ നോക്ക്. കണ്ടില്ലയോ അവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ വന്നിരിക്കുകയാണ്, നീ ഒരു കൈ നോക്കുന്നേ നോക്ക്. നമ്മൾ വല്ലതും പറയുമല്ലോ. അതിൻ്റെ ടോൺ മനസ്സിലായല്ലോ ഇല്ലേ? കളിയാക്കി പറഞ്ഞ. എന്നാൽ ഈ പാവം ദാവീദിന് ഇത് കളിയാക്കി പറയുകയാണെന്ന് പോലും മനസ്സിലായില്ല. ദാവീദ് തിരിച്ച് എന്തോ പറഞ്ഞത്? ഇവനെ കൊല്ലുന്നവന് വസ്തു കരമൊഴിവായിട്ട് കൊടുക്കുമെന്നോ? ഇവനെ കൊല്ലുന്നവന് രാജാവ് മോളെ കൊടുക്കുമെന്നോ? എന്തിന്? എന്തോ കാര്യത്തിന്? ഇവനെ കൊല്ലാനോ? ഈ ഫെലിസ്ത്യ മല്ലനെ കൊല്ലാനോ? അതിനിപ്പോൾ കാശും കൊടുക്കണോ? അതാണ് ചോദിക്കുന്നത്. ഇവനെ കൊല്ലാൻ കാശ് കൊടുക്കണോ? അതെന്തോ പരിപാടിയാ? യുദ്ധം ചെയ്യാൻ കാശ് കൊടുക്കണോ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ദാവീദിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ ഫെലിസ്ത്യ മല്ലനെ കൊല്ലുന്നവന് കാശ് കൊടുക്കണമെന്ന്. ദാവീദ് പറഞ്ഞു, ഞാൻ കൊല്ലാം, എനിക്ക് ഒരുത്തന്നെ കാശ് വേണ്ട, എനിക്ക് അയാളുടെ മോളെ ഒന്നും വേണ്ട. ഐ എം ഗോയിങ് ടു കിൽ ഹിം. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എ റിപ്രോച്ച് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ഇവനെ കൊല്ലാൻ എനിക്ക് കാശൊന്നും വേണ്ട. ഐ എം ഗോയിങ് ടു കിൽ ഹിം. ഇതാണ് അവിടെ പറയുന്നത്. അർത്ഥം മാറുന്നത് കണ്ടോ? എന്തൊരു ഡിഫറൻ്റ് ആയിട്ടാണ് ഇവൻ ചെന്നിട്ട് ചോദിക്കുന്ന. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഫെലിസ്ത്യ മല്ലനെ കൊല്ലുന്ന. അന്ന് യുദ്ധം ചെയ്യാൻ ആരും യുദ്ധത്തിന് പോകുന്നത് കാശ് പ്രതീക്ഷിച്ചല്ല. ഒരാളും യുദ്ധത്തിന് പോകുന്നത് എന്ത് പ്രതീക്ഷിച്ചല്ല? ഇത് കഴിയുമ്പോൾ കാശ് കിട്ടുമെന്ന് വെച്ചിട്ടല്ല. ഇന്നിപ്പോൾ എല്ലാവരും യുദ്ധം ചെയ്യുന്നത് കാശ് കിട്ടുമെന്ന്. പാട്ട് പാടി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കും തലേം ചൊറിഞ്ഞുകൊണ്ട്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്താണ്? കാശ് കിട്ടണം. പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് കൈമടക്ക് കിട്ടണം. ഇന്ന് എന്തോ നടത്തിയാലും എന്ത് വേണം? കാശ് കിട്ടണം, പണം കിട്ടണം. ഇറ്റ് ഹാസ് ബിക്കം എ ബിസിനസ്. ആൻഡ് ഡേവിഡ് ഈസ് സോ ഫ്രസ്ട്രേറ്റഡ്. He said, what do you say? ഈ ഫെലിസ്ത്യ മല്ലനെ കൊല്ലാൻ പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു നാണം കേടാത്. പ്രിയമുള്ളവരെ, സുവിശേഷ വരെ ചെയ്യാൻ കാശ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണം കേടാന്ന് ആലോചിച്ച് നോക്കി. ഇതന്നെ നാടകം കളിക്കുകയാണോ? കഥാപ്രസംഗക്കാരന് കാശ് കൊടുക്കുന്ന പോലെ പ്രസംഗിക്കാൻ വരുന്നവന് കാശ് കൊടുത്തില്ലെങ്കിൽ എന്തുവാ ഇത്? വാട്ട് ഈസ് ഇറ്റ്? ഇതാണ് ദാവീദ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി, ഐ വിൽ ഡു ദാറ്റ്. ഈ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ കടമ, എൻ്റെ ഉത്തരവാദിത്വമാണ്, കർത്തവ്യമാണ്. അത് ഞാൻ ചെയ്യുന്നത് പണത്തിന് വേണ്ടി ഒന്നുമല്ല. യു അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രണ്ട്സ്? ഇത് കേട്ടപ്പോഴാണ് ചേട്ടൻ ഓടി വരുന്നത്. എന്തോടെ പറഞ്ഞത്? നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുള്ളതിനെ ആടെ പക്കൽ ഇട്ടേച്ച് പോന്നു. നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. എനിക്ക് വായിച്ചപ്പോൾ ചിരി തോന്നി. പട കാണാനല്ലേ വന്നത്? കാണാൻ എവിടാ പട? ആകെ ഓട്ടമല്ല ഉള്ളത്. കാണണമെങ്കിൽ തന്നെ അവിടെ ഒരു യുദ്ധം വേണ്ട. ഇവിടെ ഒരു യുദ്ധവും നടക്കുന്നില്ല ഇല്ലേ? ഞാൻ തന്നെയല്ല, ഇതിനകത്ത് എനിക്ക് ഭയങ്കര തമാശ വന്നൊരു കാര്യമുണ്ട്. ഇവൻ വന്ന് മലരും വെണ്ണയും ഒക്കെ കൊടുത്തപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇവൻ വല്ലതും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം.
ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിവിടെ കൂടി വന്നിരുന്ന് ആരാധിച്ച് എക്സസൈസ് ചെയ്തേച്ച് പോയാൽ ഒന്നും ആരും വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ പുറത്തിറങ്ങി സുവിശേഷ വേല ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വീട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കും. അന്നേരം ചേട്ടനും പ്രശ്നം ഉണ്ടാക്കും. നിന്റെ അപ്പനെ ആര് നോക്കുവാടാ? 8 മക്കളുണ്ട്. ഈ 8 മക്കളിൽ സുവിശേഷ വേല ചെയ്യുന്നവൻ മാത്രമേ നോക്കാവൂ. ബാക്കി ആരും മൂത്തവനെ നോക്കിയാൽ അവൻ അമേരിക്കയിലല്ലേ? അതിനെന്താ, അവൻ വന്ന് നോക്കട്ടെ. അമേരിക്കക്കാരൻ വരാൻ പറ്റുമോ? പിന്നെ വടക്കേന്ത്യക്കാരൻ വരാൻ പറ്റുമോ? വടക്കേന്ത്യ സുവിശേഷ വേല ചെയ്യുന്നവൻ അപ്പനെ നോക്കിക്കോണം, അമ്മയെ നോക്കിക്കോണം, വീട്ടുകാരെ നോക്കിക്കോണം, നാട്ടുകാരെ നോക്കിക്കോണം, എല്ലാം നോക്കിക്കോണം. പക്ഷേ ദുബായിലോ അമേരിക്കയിലോ വല്ലതുമാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് ലോകനീതിയായത്, ലോകനീതി. ദൈവത്തിൻ്റെ നീതിയൊന്നുമല്ല, ലോകനീതി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എടുത്ത് നടക്കുമ്പോഴത്തേക്ക് ആടുള്ളവനെ ആര് നോക്കൂടാ? നിന്റെ പെങ്ങളെ ആര് കെട്ടിക്കോടാ? നിന്റെ അനിയനെ പഠിപ്പിക്കണ്ടായോടാ? അനിയൻ പഠിച്ചോളൂ, അതിനൊന്നും ആരും പ്രയാസപ്പെടുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ ദാവീദ് ഉത്തരവാദിത്വം ഇല്ലാത്തതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ദാവീദ് എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അവൻ്റെ അടുത്ത പറച്ചിൽ എന്നാണെന്നറിയാമോ? അപ്പോൾ ദാവീദ്, ഞാൻ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ. ഇതും ഇതേപോലെ തന്നെ ടോണിൻ്റെ പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദ് ഇവിടെ പറയുന്നത്, ഞാൻ എന്നോട് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്, ഞാനൊന്ന് വർത്തമാനം പറഞ്ഞെന്നല്ല ഉള്ളതെന്നല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അങ്ങനല്ല. ദാവീദ് പറയുന്നത്, ഇത് നല്ല കാര്യമായല്ലോ, ഞാനിവനെ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ചൂടാകും, എന്നാൽ ഞാനതൊരു ചെയ്യാൻ പോവുകയാണ്. അന്നേരം നിങ്ങൾ എന്താ പറയാൻ പോകുന്നതാണ് ചോദിക്കുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കും, പക്ഷേ അത് ഞാൻ അങ്ങോട്ട് ചെയ്ത് കാണിച്ചാലോ? ഐ ആം ഗോയിങ് ടു കിൽ ഹിം. അവൻ അവിടെ ചേട്ടനോട് പറയാണ്, ഞാൻ വാക്ക് പറഞ്ഞ് നിർത്താനൊന്നും വന്നൊന്നുമല്ല, വാക്ക് പറഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ആം ജസ്റ്റ് സേയിങ് സം വേർഡ്സ്. ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്. ഐ ആം ഗോയിങ് ടു കിൽ ഹിം. നോക്ക്, ഇന്ന് ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ വീറാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ തൻ്റെടമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ ബോധ്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവനെ വിട്ടുമാറി. അപ്പം മുമ്പത്തെ പോലെ തന്നെ ഓരോരുത്തർ ഉത്തരം പറഞ്ഞ ഇവ പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ പെട്ടെന്ന് ശൗൽ അവനെ വിളിച്ചു വരുത്തി. ശൗലിൻ്റെ അടുത്തോട്ട് ഇവൻ കയറി ചെല്ലുന്നത് തന്നെ, ഇവൻ്റെ നിമിത്തം ഇനി ആരും അധൈര്യപ്പെടേണ്ട, ആടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനെ അവിടെ അംഗം പൊരുതുമെന്ന് പറഞ്ഞു. കയറി ചെല്ലുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. അങ്ങോട്ട് നീ എന്തോടാ പറഞ്ഞതെന്ന് ചോദിക്കാൻ പോലും സമ്മതിച്ചില്ല. കാര്യം അവൻ്റെ ഹൃദയത്തിലും മനസ്സിലും എല്ലാം ദൈവത്തിൻ്റെ സേനയെ നിന്ദിച്ചവന് എതിരായിട്ടുള്ള ഇറ്റ് വാസ്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു എന്ന് പറയുന്ന ആ കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കുകളുണ്ടല്ലോ, സീൽ. ഹി വാസ് സോ സെലസ്. ഹി നെവർ വാണ്ടഡ് ടു ഹിയർ സംതിങ് ദാറ്റ് ഈസ് എ റിപ്രോച്ച് ടു ദ നെയിം ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ നാമത്തിന് നിന്നയാകുന്ന ഒരു വാക്ക് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവൻ ചാടിക്കറി പറയാണ്, ഐ ആം ഗോയിങ് ടു കിൽ ഹിം, ഡോണ്ട് വറി അബൌട്ട് ദിസ് മാൻ. ഇവന്റെ നിമിത്തം ഇനി ആരും അധൈര്യപ്പെടരുത്. 40 ദിവസമായിട്ട് അവൻ ഇത് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. ഐ ആം ഗോയിങ് ടു കിൽ ഹിം. ഞാൻ പറഞ്ഞില്ലേ, ടോൺ മാറിയപ്പോഴത്തേക്ക് എന്തോരം ഡിഫറൻ്റ് ആണ്. നമ്മൾ ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തോരം ഡിഫറൻ്റ് ആണ്. അപ്പോഴാണ് ദാവീദിനോട് ശൗല് പറഞ്ഞത് എന്താണ്, ഓ മോനെ, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു, നിനക്ക് പ്രാപ്തിയില്ല. ഇതെല്ലാവരും പറയുന്ന കാര്യമാണ്. നിനക്ക് പ്രാപ്തിയില്ല. ഇല്ലെന്നേ, എനിക്ക് പ്രാപ്തിയില്ല. നമുക്ക് പ്രാപ്തി ഉണ്ടെന്നല്ല ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത്, ഗാഡ് ഈസ് വിത്ത് അസ്. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. സിംഹത്തിൻ്റെയും കരടിയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം ഈ ഫെലിസ്ത്യ കയ്യിൽ തന്നെ വിടുവിക്കും. എനിക്ക് ഞാൻ എൻ്റെ ശക്തിയോ ബലമോ ഒന്നും പറഞ്ഞുകൊണ്ടൊന്നും അല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് പറ്റത്തില്ല, എനിക്ക് പ്രാപ്തിയില്ല, പക്ഷേ ദൈവത്തിന് പ്രാപ്തിയുണ്ട്. D.L. മോഡി ലണ്ടൻ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. ലണ്ടൻ ക്യാമ്പയിൻ നടത്തുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടും അമേരിക്കയും നമ്മൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഇംഗ്ലണ്ട് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അവരുടെ ലാംഗ്വേജ്, അവരുടെ മ്യൂസിക്, ദേ കുഡ് ജസ്റ്റ് അഡ്ജസ്റ്റ് വിത്ത് ഹിസ് ഇംഗ്ലീഷ്. D.L. മോഡിയുടെ ഇംഗ്ലീഷ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. കാര്യം D.L. മോഡി 6ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ പറയുന്ന ഇംഗ്ലീഷ് ഒന്നും അത്രയും ഗ്രാമറും ഒന്നും ഇല്ല. അത് തന്നെയല്ല, സാങ്കി പാട്ട് പാടുന്നത് അക്കോർഡിയനും വെച്ചുകൊണ്ടാണ്. അവർക്ക് എന്താണ്, പിയാനോ അല്ലാതെ വേറെ ഒരു സാധനം അവരുടെ മനസ്സിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ഈവൻ D.L. മോഡി പ്രസംഗിച്ച ഒരു മീറ്റിങ്ങിൽ വെച്ച് അധ്യക്ഷനായിരുന്ന ഒരു ബിഷപ്പ് പറഞ്ഞ്, ഐ ഡോണ്ട് നോ വാട്ട് ദിസ് മാൻ ഈസ് ഗോയിങ് ടു ഡു ഹിയർ. ഐ ടോക്ക് ടു ഹിം, ഹി ഡസൻറ്റ് നോ ഇംഗ്ലീഷ്, ഹി ഡസൻറ്റ് നോ ദ ഗ്രാമർ. ഇവന് ഗ്രാമർ ഒന്നും അറിയത്തില്ല, ഇവൻ എന്ത് ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊരു ബിഷപ്പ് പറഞ്ഞു. D.L. മോഡി എഴുന്നേറ്റ് പറഞ്ഞ്,
ബിഷപ്പ് പറഞ്ഞത് വളരെ ശരിയാണ്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ബിഷപ്പ് ഇപ്പോൾ വന്ന് എൻ്റെ ഗ്രാമർ ശരിയാകാനായിട്ടൊന്ന് പ്രാർത്ഥിക്കും. ആനിനോ അദ്ദേഹം അയർലൻഡിലായിരുന്നു ആദ്യം. അതിന് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിലെ മീറ്റിങ്ങിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെയുള്ള എല്ലാ ഇവാഞ്ചലിക്കൽ ചർച്ചസിനെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രീ മീറ്റിംഗ് നടത്തി. എല്ലാത്തിനും മുമ്പായിട്ടുള്ള ഒരു പ്രിലിമിനറി യോഗം നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, ഫ്ലോറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം ചോദിച്ച് ഒടുവിൽ എല്ലാവരും ഒരുമാതിരി സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് D.L. മോഡി ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഡു യു തിങ്ക് ദാറ്റ് ഇംഗ്ലണ്ട് ഈസ് റെഡി ഫോർ D.L. മോഡി? ഇംഗ്ലണ്ട് D.L. മോഡിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അവരെല്ലാം പറഞ്ഞു യെസ്. D.L. മോഡി പറഞ്ഞു, ബട്ട് ഐ ടെൽ യു വൺ തിങ്, ഇംഗ്ലണ്ട് D.L. മോഡിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്, ബട്ട് D.L. മോഡി ഈസ് നോട്ട് റെഡി ഫോർ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് D.L. മോഡിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ D.L. മോഡി ഇംഗ്ലണ്ടിന് വേണ്ടി ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല. അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ബട്ട് ജീസസ് ഈസ് റെഡി ഫോർ ഇംഗ്ലണ്ട്. യേശു ഇംഗ്ലണ്ടിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഞാനൊരു ചെരുപ്പ് കുത്തിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, now you will see that Jesus is walking to England and he will wear the shoe D.L. മോഡി. D.L. മോഡി എന്ന ചെരുപ്പിൽ കയറി യേശു ഇംഗ്ലണ്ട് സന്ദർശിക്കാൻ പോകുകയാണ്. എനിക്കൊന്നിനും കഴിയില്ല. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു ഭാഗമാണ്. അന്ന് തൊട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ലെറ്റ് മീ സീ ദാറ്റ് ഐ ആം വാക്കിംഗ് ഇൻ യുവർ ഷൂസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹം നിൻ്റെ ചെരുപ്പിൽ നടക്കണമെന്ന്. അതാണ് വാസ്തവത്തിൽ വാക്കിംഗ് ഇൻ ഹിസ് ഷൂസ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അവൻ നടന്നതുപോലെ നമ്മൾ നടക്കേണ്ടതാകുന്നു. ബട്ട് ഇൻ മിനിസ്ട്രി ഐ വാണ്ട് ടു സീ ദാറ്റ് ഐ ആം ബിക്കമിങ് യുവർ ഷൂ. ശുശ്രൂഷയിൽ ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നത് യേശുവിൻ്റെ ഷൂ ആകാനാണ്. ജീവിതത്തിൽ യേശുവിൻ്റെ ഷൂവിൽ ഞാൻ നടക്കുകയാണ്, പക്ഷേ മിനിസ്ട്രിയിൽ എനിക്ക് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് യേശു എന്നെ ഷൂ ആക്കുന്നതാണ്. ലെറ്റ് മീ ബി എ ഷൂ ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ ഒരു ഷൂ ആയിരിക്കട്ടെ. ഏറ്റവും ഒടുവിലത്തെ മീറ്റിംഗ് അദ്ദേഹം നടത്തുന്നത് കാൻസസ് സിറ്റിയിലാണ്. കാൻസസ് സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ മരുമകനാണ് പോയി ഹോൾ ബുക്ക് ചെയ്യുന്നത്. ഹോളില്ല, ഒരു സ്റ്റേഡിയമാണ്. ബുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് D.L. മോഡി മരുമകനോട് ചോദിച്ചു, ഈസ് ഇറ്റ് എവറിത്തിങ് ഈസ് റെഡി? എന്ന് പറഞ്ഞു, നോ. വാട്ട് ഈസ് ദ പ്രോബ്ലം? ദ പ്രോബ്ലം ഈസ് പ്ലേസ്. എന്താ പ്രശ്നം? ഈസ് ഇറ്റ് ടു സ്മോൾ എന്ന് ചോദിച്ചപ്പോൾ നോ, ദ പ്രോബ്ലം ഈസ് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്, ഇറ്റ് ഈസ് ടു ബിഗ്. കാര്യം കാൻസസ് സിറ്റിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10,000-20,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാണ്. അവിടെ ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പം 5,000 പേരാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടു ബിഗ് ഫോർ അവർ ക്രൗഡ്. എന്നാൽ D.L. മോഡി പറഞ്ഞത്, അത് നീ നേരെ ബുക്ക് ചെയ്യുക. അവൻ പറഞ്ഞ വാചകം ഇതാണ്, ഐ ഡോണ്ട് തിങ്ക് ദറ്റ് യു ക്യാൻ ഫിൽ ഇറ്റ്. നിനക്കത് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒന്ന് D.L. മോഡി പറഞ്ഞ കാര്യം, യെസ് ഐ കനോട്ട് ഡു ദാറ്റ് ബട്ട് ജീസസ് ക്യാൻ. എനിക്ക് പറ്റില്ല, പക്ഷേ യേശുവിന് പറ്റും. അവിടെ എഴുതി 1 മാസത്തെ ക്രൂസൈഡാണ്. 4ാമത്തെ ദിവസം അത് ഫുള്ളായിരുന്നു. 4ാമത്തെ ദിവസം, അതായത് കാൻസസ് സിറ്റിയുടെ പോപ്പുലേഷൻ പോലും വന്ന് 20,000 ഇല്ല. And people from many other cities, they were coming to attend this meeting. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത്. നിനക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാൻ മധ്യപ്രദേശിൽ ദമോയിൽ വർക്ക് തുടങ്ങിയ സമയത്ത് മിഷൻ ഓർഗനൈസേഷൻസിലെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, സാജു, എന്നെ പരിചയമുള്ള വലിയ വലിയ ആളുകൾ, ദമോ ഈസ് ഓർ ബുന്ദേൽഖണ്ഡ് ഈസ് നോട്ട് യെറ്റ് റെഡി ഫോർ ഗോസ്പൽ. ബുന്ദേൽഖണ്ഡ് ഇതുവരെയും സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു, മേ ബി ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ ഒരുങ്ങണമെങ്കിലും എന്നെ പോലുള്ള ആരെങ്കിലുമൊക്കെ അവിടെ ചെന്നേലേ പറ്റുള്ളല്ലോ. സോ ഐ എം ഗോയിങ്. ഞാൻ പോകുകയാണ്. എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ഒരു മനുഷ്യനെ പോലും കാണാതെ അവിടെ പ്രവർത്തിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ട്രെയിനിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മലകളൊക്കെ കണ്ടിട്ട്, 10,000 മലകളൊക്കെ കണ്ടിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, ഒരു വ്യക്തിയെങ്കിലും ഇവിടുന്ന് വരണം, ഒരു സുവിശേഷകനെങ്കിലും അവിടെ അയക്കണം. അന്ന് നമ്മളോട് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇന്ന് ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സഭകളുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പത്തേരിയായിൽ ഇപ്പോൾ നമുക്ക് വി ഹാവ് എ ചർച്ച് ആൻഡ് 1 person ഈസ് സ്റ്റഡിയിങ് ഇൻ അവർ ബൈബിൾ സ്കൂൾ. അവിടെ നിന്ന് ചർച്ച് മാത്രമല്ല, അവിടെ നിന്നിപ്പോൾ സുവിശേഷകരായിട്ട് പോലും ആളുകൾ വരാൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്നതല്ല ഇത്, നമുക്ക് കഴിയില്ല, പക്ഷേ ദൈവത്തിന് തീർച്ചയായിട്ടും കഴിയും. അവൻ ശൗലിനോട് പറയുന്നു, നിനക്ക് കഴിയില്ല, നീ ബാലൻ അത്രേ, അവൻ ചെറുപ്പം മുതൽ യോദ്ധാവാകുന്നു, നീ യുദ്ധം കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു,
അത് രാജാവിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പരസ്യ യുദ്ധമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ രഹസ്യ യുദ്ധങ്ങൾ പലത് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു കരടി ഒരു സിംഹവും വന്നു. ഞാൻ അവയെ പിന്തുടർന്ന് ചെന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ്, ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. എൻ്റെ ആട്ടിൻകുട്ടിയെ ഞാൻ സിംഹത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. ജീവൻ പോയാലും ഒരു സിംഹത്തിൻ്റെ പുറകെ ചെന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പാർട്ടിയൊന്നും അല്ല വാസം പറഞ്ഞു കഴിഞ്ഞാൽ ആര്? ഈ ഗോലിയാത്ത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പരസ്യയുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് രഹസ്യ യുദ്ധത്തിൽ വിജയിക്കുന്നതായിരിക്കണം നമ്മുടെ പദ്ധതി. പലപ്പോഴും ആളുകളുടെ പ്രശ്നം പരസ്യ യുദ്ധത്തിന് കയറി അങ്ങ് ചാടും, രഹസ്യ യുദ്ധത്തിൽ വിജയമില്ല. നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ മോഹങ്ങളെയും, അതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ രഹസ്യ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ദ്രവ്യാഗ്രഹത്തെയും നമ്മുടെ ജഡമോഹങ്ങളെയും നമ്മുടെ ഈഗോയെയും, അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും ഈഗോയൊക്കെ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആ ഈഗോയോട് ഫൈറ്റ് ചെയ്ത് ഈഗോയെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തു പോയി ഫെലിസ്ത്യ മല്ലനെ കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അസൂയയെ കീഴ്പ്പെടുത്തിയെങ്കിലേ നിങ്ങൾക്ക് പുറത്തു പോയി ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ അസൂയയെയും മറ്റുള്ളവരുടെ പിണക്കത്തെയും, ചില്ലറ കാര്യങ്ങൾക്കല്ലേ നമ്മുടെ പിണക്കങ്ങളൊക്കെ. എത്ര പെട്ടെന്നാണ് ഈ സിംഹത്തെ പോലെ ചാടി വരുന്നത് നമ്മുടെ ഉള്ളിലെ പിണക്കങ്ങളും മറ്റും. അതിനെയൊക്കെ കീഴ്പ്പെടുത്തുന്ന ഒരു രഹസ്യ യുദ്ധം, പ്രിയമുള്ളവരെ, ഒരു രഹസ്യ യുദ്ധം. നമ്മളൊക്കെ വിജയിക്കേണ്ടത് വാസ്തവത്തിൽ പരസ്യ യുദ്ധത്തിലല്ല. എവിടെയാണ് വിജയിക്കേണ്ടത്? രഹസ്യ യുദ്ധത്തിൽ. പറയണം, വിട്ടുകൊടുക്കില്ല ഞാൻ, എൻ്റെ ആത്മീയത ഞാൻ വിട്ടുകൊടുക്കില്ല, എൻ്റെ വിശുദ്ധിയെ ഞാൻ സിംഹത്തിന് വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ വിശുദ്ധിയെ ഞാൻ എൻ്റെ മോഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ ദ്രവ്യാഗ്രഹത്തിന് വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന പാപചിന്തകൾക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ വിട്ടുകൊടുക്കുകയില്ല. വിട്ടുകൊടുക്കരുത്. രഹസ്യ യുദ്ധത്തിൽ ഒരു കരടിയെയും ഒരു സിംഹത്തെയും ഞാൻ അടിച്ചു കൊന്നു. അവയുടെ വായിൽ നിന്ന് ഞാൻ ആട്ടിൻകുട്ടിയെ വിടുവിച്ചപ്പോൾ അത് എൻ്റെ നേരെ തിരിഞ്ഞെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ആട്ടിൻകുട്ടിയെ റിഡീം ചെയ്താൽ സിംഹം പിന്നെ ആട്ടിൻകുട്ടിയുടെ പുറകെ അല്ല പോകുന്നത്, നമ്മുടെ പേരെയാണ് വരുന്നത്. ഇതാണ് സ്പിരിച്വൽ വാർഫെയറിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ വരട്ടെ. ചിലർ പറയുന്നത്, ബ്രദറെ അത് ശരിയാകട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇവിടെ പോയി വെറുതെ ഒന്നും പ്രാർത്ഥിച്ചേക്കരുത്, കാര്യം നമുക്ക് തിരിച്ചടിക്കും. തിരിച്ചടിക്കുമെന്ന്. തിരിച്ചടിക്കട്ടെ. എന്തൊന്ന് തിരിച്ചടിക്കാനാ? നിനക്ക് ആട്ടിൻകുട്ടിയെ വിടുവിക്കണമെങ്കിൽ ജീവനിൽ പേടിയുണ്ടാകരുത്. ജീവനിൽ പേടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആട്ടിൻകുട്ടിയെ വിടുവിക്കാൻ കഴിയുകയില്ല. എന്നെ പിശാച് ഒന്നും ചെയ്യാനൊന്നുമില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് എന്നെ കടിച്ചു കീറിയെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. എന്താണ്? അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാനതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നെന്ന്. ഒന്ന് ആലോചിക്കും, ഒരു സിംഹം ഇങ്ങോട്ട് വരുമ്പോൾ താടിക്ക് പിടിച്ച് അടിച്ച് കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രിയമുള്ളവരെ, ഇത് അവൻ്റെ കഴിവാണോ? അല്ല. എന്തുകൊണ്ട്? ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിച്ചിരിക്കുന്നുണ്ട്. അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ. പ്രിയമുള്ളവരെ, ആട്ടിൻകുട്ടിയെ നീ രക്ഷിച്ചാൽ നിന്നെ യഹോവ രക്ഷിക്കും. ആട്ടിൻകുട്ടിയെ നീ രക്ഷിച്ചാൽ നിന്നെ ആര് രക്ഷിക്കും? യഹോവ രക്ഷിക്കും. നമ്മളല്ല രക്ഷിക്കുന്നത്. നമ്മൾ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചാൽ മതി, നമ്മളെ ആര് രക്ഷിച്ചോളും? തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് ആരും പ്രാർത്ഥിക്കാതിരിക്കരുത് പ്രിയമുള്ളവരെ. നിന്റെ നേരെ ഒന്നും തിരിച്ചടിക്കത്തില്ല. നിന്നെ ആര് രക്ഷിച്ചോളും? യഹോവ രക്ഷിച്ചോളും. സുവിശേഷ വേല ചെയ്യുമ്പോൾ അതും പേടിച്ചിരിക്കുന്ന ഒരുത്തന് എല്ലായിടത്തും, ഞാനിപ്പോൾ ഒത്തിരി അടുത്ത് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ സൂക്ഷിക്കണം, തിരിച്ചടിക്കുമെന്ന്. അടിക്കട്ടെന്നേ, അതൊന്ന് ഞാൻ അതിനെ താടിക്ക് പിടിച്ചടിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. വരട്ടെ, ഏത് പിശാചും വരട്ടെ. ഏതാണെങ്കിലും ആഫ്രിക്കയിലുള്ള അത്രയും കടുപ്പമുള്ളതൊന്നും ഇവിടെയൊന്നുമില്ല, ഇല്ലേ? വരട്ടെ. എന്ത് ഇത്ര വലിയ പേടി? ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് ആട്ടിൻകുട്ടിയെ രക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ വികാരങ്ങളുടെ മേലും നിന്റെ ചിന്തകളുടെ മേലും നിന്റെ കോപത്തിൻ്റെ മേലും ഒക്കെ വിജയം പ്രാപിക്കാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പിശാച് നിനക്കെതിരെ പോരാടിക്കൊണ്ട് വരുമ്പോൾ നിന്നെ ആര് രക്ഷിക്കും? യഹോവ രക്ഷിക്കും എന്നുള്ളത് മനസ്സിലാക്കണം.
അങ്ങനെ വിജയിച്ചു കഴിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഈ ഫെലിസ്ത്യ മല്ലനും അവയിൽ ഒരുത്തനെ പോലെ ആകും. നമ്മുടെ കോപത്തെ നമ്മൾ കീഴടക്കുന്നത് പോലെ തന്നെയാണ്, ആ ശക്തിയോടുകൂടെ തന്നെയാണ്, അതേപോലെയാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പുറത്തു പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ ഈഗോയും, നമ്മുടെ ഈഗോയെ തകർത്തിട്ട് നമ്മൾ പുറത്തു പോയി, പലപ്പോഴും ആളുകൾ സുവിശേഷം അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഈഗോയാണ്. പലപ്പോഴും ആളുകൾ സുവിശേഷം അറിയിക്കുമ്പോൾ അവർ അംഗീകരിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? അവരുടെ ഈഗോയാണ്. നമുക്കറിയാമല്ലോ, നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മളുടെ ഈഗോയെ വിജയിച്ചിട്ടാണ് നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുന്നതെങ്കിൽ അവൻ്റെ ഈഗോയെ ദൈവം തകർത്ത് കളയും. അവൻ കർത്താവിനെ അംഗീകരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. രഹസ്യ യുദ്ധത്തിൽ വിജയിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പരസ്യ യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് പകലിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ശൗല് പറഞ്ഞു, എന്നാ പൊക്കോളാൻ പറഞ്ഞു. ശൗലിന് മനസ്സിലായി, ആത്മാവ് പോയാലും പണ്ടുണ്ടായിരുന്നല്ലോ. അവന് മനസ്സിലായി ഇവൻ ആള് പുലിയാണ് എന്നുള്ളത് അവന് മനസ്സിലാക്കി. ഇവനെ അങ്ങനെ വെറുതെ എഴുതിത്തള്ളാൻ പറ്റുന്ന ആളല്ല. എന്നാലും അവൻ പോകുമ്പം ഗോലിയാത്ത് വാളും കുന്തം കൊണ്ടൊക്കെ അല്ലേ വരുന്നത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം മോനെ, എൻ്റെ പടച്ചട്ട നീ ഇട്ടോളാൻ പറഞ്ഞ് പടച്ചട്ട ഇട്ട് കൊടുത്തു. 7 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ട് ആർക്ക്? ശൗലിന്. ആ ശൗലിൻ്റെ 7 അടിയുള്ള ആളുടെ പടച്ചട്ട 5.5 അടി നീളമുള്ള ദാവീദ് എടുത്തിട്ട് എങ്ങനെ ആയിരിക്കും? നടക്കാൻ പോലും പറ്റില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളായാൽ മതി, വേറെ ആരുടെയും പടച്ചട്ടയൊന്നും ഇട്ടുകൊണ്ട് എങ്ങും പോകേണ്ട കാര്യമില്ല. ദാവീദ് പറഞ്ഞു, അടിയൻ ഇതൊന്നും ഇട്ട് ശീലമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട. വെറുതെ എന്തിനാ നമുക്ക് കഴിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ തലേ വലിച്ചു കയറ്റുന്നത്? ഈ പാവങ്ങളോടൊക്കെ സുവിശേഷം പറയണമെങ്കിൽ നമുക്കിപ്പോൾ അറിയാവുന്ന ഭാഷയൊക്കെ മതി. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഭാഷയൊന്നും പോയി പഠിക്കേണ്ട, പ്രത്യേക ടെക്നിക്കും സ്ട്രാറ്റജിയും ഒന്നും ഇല്ലെങ്കിലും സുവിശേഷം പറയാൻ ഇത്രയൊക്കെ മതി. ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ പോവുകയാണെങ്കിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്. പഠിക്കരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശൗലിൻ്റെ പടച്ചട്ട ഇട്ടുകൊണ്ട് ദാവീദിന് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു പ്രശ്നം ഇതാണ്. ഇന്ന് ഈ സംഘടനകളൊക്കെ ലോകത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഞാൻ ചിലപ്പോൾ ഈ ചർച്ച് ഗ്രോത്ത് സെമിനാറും ഒക്കെ ആളുകൾ നടത്തുമ്പോൾ ആലോചിക്കും, ICIC പ്രൂഡൻഷ്യൽക്കാരൻ ആളെ വീഴിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചാണ് IIM-ൽ നിന്ന് MBA കഴിഞ്ഞിട്ട് വന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ടാണ് എന്താ ഒരാളെ വീഴിക്കാനുള്ള ടെക്നിക്കൊക്കെ സുവിശേഷ വേലയ്ക്ക് ചെയ്യാൻ. ഈ ടെക്നിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പോയാൽ കർത്താവ് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ നീ എത്ര ടെക്നിക്ക് ഉപയോഗിച്ചാലും എത്ര പടച്ചട്ട ഉണ്ടെങ്കിലും അത് നിനക്കൊരു ദോഷമേ ഉണ്ടാക്കത്തുള്ളൂ, ഗുണമൊന്നും ഉണ്ടാക്കത്തില്ല. പൗലോസ് എത്രയോ ബുദ്ധിമാനായിരുന്നു. പക്ഷേ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ വേറെ ഒന്നും അറിയാൻ വയ്യാത്തവനായി നിങ്ങളുടെ അടുക്കൽ ഇരിക്കാൻ ഞാൻ പരിശ്രമിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ മിഷനറി യാത്രയിൽ ആദ്യത്തെ കൺവേർട്ട് ലിഡിയ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം ലുദിയായുടെ ഹൃദയം തുറന്നു. മതി, പൗലോസ് പ്രസംഗിച്ചു, ആ സമയം ദൈവം ലുദിയയുടെ ഹൃദയം തുറന്നു, പ്രസംഗിച്ച വചനം അങ്ങോട്ട് കയറി, ഫിനിഷ്. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ പ്രസംഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് 100% ഉറപ്പുണ്ട്, അവിടെ എന്താണെങ്കിലും പ്ലേറ്റോണിക് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ തത്വശാസ്ത്രം വെച്ചുകൊണ്ടൊന്നും അല്ല പൗലോസ് സുവിശേഷം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ പാവപ്പെട്ട ലുദിയായിക്ക് ഒന്നും രക്ഷിക്കപ്പെടാനൊന്നും പറ്റത്തില്ല. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിൻ്റെ വളരെ സിമ്പിൾ ഗോസ്പൽ പറഞ്ഞതുകൊണ്ടാണ് ഈ ലുദിയ രക്ഷിക്കപ്പെട്ടത്. അല്ലാതെ എന്തോന്നാ ഫിലോസഫൈസ് ചെയ്തിട്ട് വല്ലതും പറഞ്ഞുകൊണ്ടാണോ രക്ഷിക്കപ്പെട്ടത്? ഐ ഡോണ്ട് തിങ്ക് സോ. അത്രയൊക്കെ മതിയെന്നേ. നമ്മൾ വലിയ PhD അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള തിസീസ് ഒന്നും കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സ്ട്രീറ്റ് പ്രീച്ചിങ്ങിന് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ആൻഡ് ഹിം അലോൺ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നും അറിയാൻ വയ്യാത്തവനായി. അന്നേരം കർത്താവ് ലുദിയയുടെ ഹൃദയം തുറക്കും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ പ്രസംഗിക്കുകയും ലുദിയയുടെ ഹൃദയം ദൈവം തുറക്കുകയും. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പൗലോസ് എത്ര പ്രസംഗിച്ചാലും ലുദിയയുടെ ഹൃദയം തുറന്നില്ലായിരുന്നെങ്കിൽ ലുദിയ രക്ഷിക്കപ്പെടുമോ? ഇല്ല. അപ്പോൾ കർത്താവ് പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. ഇനി 2, ദൈവം ലുദിയയുടെ ഹൃദയം തുറന്നപ്പോൾ പൗലോസ് പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ ലുദിയ രക്ഷിക്കപ്പെടുമോ? അതുമില്ല. കർത്താവ് നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ ഹൃദയമൊക്കെ തുറന്നു വെച്ചിരിക്കുക. ഇനി നമ്മൾ പോയി പ്രസംഗിച്ചില്ലെങ്കിലും രക്ഷിക്കപ്പെടത്തില്ല. അപ്പോൾ കർത്താവ് അവൻ്റെ പണി ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ നമ്മുടെ പണി ചെയ്തോണം. അപ്പോഴാണ് ആളുകൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇവൻ നേരെ ഒരു വടിയും കുറച്ച് കല്ലും എടുത്തുകൊണ്ട് ചെല്ലുന്ന കണ്ടപ്പോഴത്തേക്ക് അവൻ ചോദിക്കുന്നത്, ഞാൻ എന്നാടാ നായാണോ എന്ന്? ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ നാ പോലും അല്ല. കാര്യം നായെ കൊല്ലാൻ ആ വടി എന്നാ പറഞ്ഞത്. ഇവിടെ വടി പോലും ഇല്ല. എന്താണ്? വെറും കല്ലും കൊണ്ടാണ് ചെല്ലുന്നത്. എറിഞ്ഞോടിച്ചതേ ഉള്ളൂ, ഇല്ലേ? എറിഞ്ഞോടിച്ചതേ ഉള്ളൂ. എന്നാൽ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അവൻ പ്രവർത്തിക്കുമ്പോൾ ഫൈനലി വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താ?
ആ ഫെലിസ്ത്യ മല്ലൻ താഴെ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ച് വ്യാഖ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യം കൂടെ മാത്രം ഞാൻ ഓർപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവൻ ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. നീ തീരെ ബാലന് 42 നീ തീരെ ബാലന് പവിഴ നിറമുള്ളവനും കോമളരുവനും ആയിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട് നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഇവൻ ശരിക്കും ഇവൻ്റെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചല്ലോ, ഗത്യനായ ഫെലിസ്ത്യൻ എന്നാണ് ഗത്യനായ അവിടുത്തെ ശരിക്കും അവിടുത്തെ ദൈവം എന്ന് പറയുന്നത് ദാഗോനാണ്. ദാഗോന്റെ നാമത്തിലാണ് അവൻ യുദ്ധം ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, അവൻ്റെ സൈന്യബലം അവൻ പറയുന്നുണ്ടെങ്കിലും അവൻ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന ആരുടെ നാമത്തിലാണ്? ദാഗോന്റെ നാമത്തിലാണ്, അവൻ്റെ ദൈവത്തിൻ്റെ പേരിലാണ്. നമ്മൾ കാണാത്ത നിലയിൽ നമ്മൾ പലപ്പോഴും പോരാടുമ്പോൾ ആത്മലോകത്തിൽ അവരുടെ പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതിൻ്റെ പിന്നിലുള്ള ഒരു ആത്മാവ്. ഗ്യാനി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മിഷണറി ഉണ്ട്, മധ്യപ്രദേശിലുണ്ട്. അവന് സുവിശേഷം പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച ഉണ്ട്. അവൻ്റെ മീറ്റിംഗ് നടന്നപ്പോഴത്തേക്ക് ഒരു കള്ളുകൂടിയൻ വന്നിട്ട് അവനോട് വഴക്കുണ്ടാക്കി നാട്ടുകാരെ കള്ളുകൂടിയനോട് വഴക്കുണ്ടാക്കി. കള്ളുകൂടിയനെ തല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തു കാണിക്കുന്നത്? അവനെ വെറുതെ വിട്. അവൻ നിനക്കെതിരെ ചീത്ത വിളിച്ചതല്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷേ ഇവനല്ല വിളിച്ചത്. ഇവൻ്റെ പിന്നിലൊരു ആത്മാവുണ്ട്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ജ്ഞാനിയുടെ ഒരു ചോദ്യം, ഒരു ട്രക്ക് വന്ന് ഒരു സ്കൂട്ടറുകാരനെ ഇടിച്ചാൽ നിങ്ങൾ ട്രക്കിന് ചെന്ന് തൊഴിക്കുകയാണോ ചെയ്യുന്നത്? ഡ്രൈവറായി വിളിച്ചിറക്കിയല്ലയോ അടിക്കുന്നത്, ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവൻ വെറും ഒരു ട്രക്കാ, ഇവനല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇവൻ്റെ പിന്നിൽ ഒരു ഡ്രൈവറുണ്ട്, ഇവനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആത്മീക യുദ്ധത്തിൻ്റെ വലിയ ഒരു ഫോഴ്സാണ് ഇവിടെ. അവൻ വരുന്നത് ദാഗോൻ്റെ നാമത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ ഇസ്രായേൽ മക്കൾ ഗോല്യാത്തിനെതിരെ ദൈവത്തിൻ്റെ നാമത്തിലല്ല ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവൻ വന്നത് അവൻ്റെ ദാഗോൻ്റെ നാമത്തിലാണെന്ന് ആലോചിക്കണം. അവൻ്റെ ദേവന്മാരുടെ നാമം പറഞ്ഞാണ് ദാവീദിനെ അവൻ ശപിക്കുന്നത്. ദാവീദ് പറഞ്ഞു, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ഇപ്പം യുദ്ധം ആര് തമ്മിലാണെന്നറിയാമോ? ഇപ്പം യുദ്ധം ദാവീദും ഗോല്യാത്തും തമ്മിലല്ല, ഇപ്പം യുദ്ധം ദാഗോനും യഹോവയും തമ്മിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ യുദ്ധം നമ്മുടെ യുദ്ധമല്ല, നമ്മുടെ കഴിവുകളുടെ യുദ്ധമല്ല. എന്താണ്? അന്ധകാരത്തിൻ്റെ ശക്തികളും പുത്രൻ്റെ സാമ്രാജ്യം, നമ്മളറിയാമല്ലോ, ദൈവപുത്രനും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഒരിക്കലും അന്ധകാരത്തിൻ്റെ ശക്തികൾക്ക് ജയിക്കാൻ കഴിയില്ല. ഇവിടെ ജയിക്കുന്നത് തീർച്ചയായും ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. അതിന് സംശയമൊന്നുമില്ല. നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. ദാഗോനും യഹോവയും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരിക്കലും ദാഗോന് വിജയിക്കാൻ കഴിയില്ല. എന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ചൊരു നിമിഷം, ഹല്ലേലൂയ, ഇസ്രായേലും ഫിലിസ്തീനും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. അതിനപ്പുറത്ത് നമുക്കൊരു വലിയ യുദ്ധമുണ്ട്. അവിടെ ദാവീദ് ഓടിച്ചെല്ലുന്നത് നമ്മൾ കാണുന്നത്, ഓടിച്ചെല്ലുകയാണ്, അവൻ്റെ നേരെ ചെല്ലുകയാണ്. അല്ലാതെ ഫെലിസ്തീൻ ഇങ്ങോട്ട് വരികയല്ല. ഫെലിസ്ത്യ മല്ലൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ദാവീദ് എന്ത് ചെയ്തു? അങ്ങോട്ട് ഓടിച്ചെന്നു. ഇനി കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എന്നാലും ദാവീദിനെ ഓടിച്ചിട്ട് കൊല്ലാൻ ഒരിക്കലും ഗോല്യാത്തിന് കഴിയില്ല. ഞാൻ എൻ്റെ കുടുംബത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഒരുപക്ഷെ സുവിശേഷ പോരാട്ടത്തിൽ ഞാൻ മരിച്ചെന്നിരിക്കും. പക്ഷെ മരിക്കുകയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പുറത്ത് വെട്ടുകൊള്ളത്തില്ല. വെട്ടുകൊള്ളുകയാണെങ്കിൽ എൻ്റെ നെഞ്ചിലായിരിക്കും വെട്ടുകൊള്ളുന്നത്. ഞാൻ മുന്നോട്ട് തന്നെ ആയിരിക്കും ഓടുന്നത്. പുറകിൽ വെട്ടുകൊണ്ട് മരിക്കരുത്. ഹായ് പട്ടണം പിടിക്കാൻ പോയപ്പോൾ യോശുവായുടെ പടയാളികൾ എന്ത് ചെയ്യണം? പുറംതിരിഞ്ഞോടി. ആകെ യോശുവ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയിട്ട് ഞങ്ങൾ ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ഇന്നും വാസ്തവത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ലോകത്തിന്, പിശാചിന് പുറം കാട്ടിയിട്ട് നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? മരിച്ചു വീണ് കിടക്കുന്ന ഓരോ പടയാളിയെയും യോശുവ തിരിച്ചും മറിച്ചു വിട്ട് നോക്കി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എവിടെയാണ് അവൻ്റെ വെട്ടുകൊണ്ടതെന്ന്? വേറെ ഒന്നും അവനെ നോക്കുന്നില്ല. പടയാളികൾ യുദ്ധത്തിൽ പടയാളികൾ മരിക്കും, അത് സാധാരണമാണ്. ഇസ്രായേലും ഫെലിസ്തീനും തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ ഒത്തിരി ഇസ്രായേലിൻ്റെ പടയാളികൾ മരിക്കും. യുദ്ധമാണോ? പടയാളി മരിച്ചെന്നിരിക്കും. പക്ഷേ ഓരോ ശവവും തിരിച്ചിട്ട് യോശുവ നോക്കുകയാണ്, എവിടെയാണ് വെട്ടുകൊണ്ടത്? അവൻ്റെ നെഞ്ചിലോ അവൻ്റെ പുറത്തോ? പ്രിയമുള്ളവരെ, ഈ സുവിശേഷ രണാങ്കണത്തിൽ ഒരിക്കലും നമ്മുടെ പുറത്ത് വെട്ടുകൊള്ളരുത്. പിന്തിരിഞ്ഞോടുന്നവൻ്റെ പുറത്ത് വെട്ടുകൊള്ളും. നേരെ
ചാകുന്നെങ്കിൽ ചാകട്ടെ, പക്ഷേ എൻ്റെ നെഞ്ചത്ത് വിട്ടുകൊണ്ടേ ഞാൻ ചാകത്തുള്ളൂ, അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ പുറം തിരിച്ച് കാട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഇതൊരു സാധാരണ യുദ്ധമല്ല. നമ്മൾ വാളും കുന്തവുമായിട്ടല്ല പോകുന്നത്. ദൈവം യഹോവ വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നത്. അതല്ല ദൈവത്തിന്. വി ആർ മാർച്ചിങ് ഫോർവേഡ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. സഭ ഒരു ഹോസ്പിറ്റൽ അല്ല പ്രിയമുള്ളവരെ. സഭ ഒരു ഹോസ്പിറ്റൽ അല്ല. സഭ ഒരു മിലിറ്ററി ബേസ് ആണ്. വി ആർ മാർച്ചിങ് ഫോർവേഡ്. പാതാള ഗോപുരങ്ങളെ ഇടിച്ച് തകർത്ത് കളയുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. യുദ്ധം നമ്മളാ ചെയ്യേണ്ടത്, അല്ലാതെ യുദ്ധം ചെയ്തു വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു മെക്കാനിസം മാത്രമല്ല സഭയ്ക്കുള്ളത്. നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. യോർദാൻ കടന്ന് അക്കരെ ചെന്ന് ഈ രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ യുദ്ധം കർത്താവ് ജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ ആവശ്യമായിരിക്കുന്നത് ദേശത്തെ നമ്മൾ കീഴടക്കുക, നമ്മൾ കൈവശപ്പെടുത്തുക എന്നുള്ളതാണ്. കൈവശപ്പെടുത്തുക. പ്രിയമുള്ളവരെ, 2000 വർഷം മുമ്പ് യുദ്ധം അവസാനിച്ചു. ദ ബാറ്റിൽ ഈസ് ഓവർ, ദി സ്ട്രഗിൾ റിമെയിൻസ്. ദ ബാറ്റിൽ ഈസ് ഓവർ, ദ സ്ട്രഗിൾ റിമെയിൻസ്. ദാറ്റ്സ് ഓൾ. ഇപ്പോഴുള്ളൊരു സ്ട്രഗിൾ മാത്രമാണ്. ബാറ്റിൽ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ കർത്താവ് യുദ്ധം വിജയിച്ചു കഴിഞ്ഞു. ഇനി അത് പിടിച്ചടക്കാനായിട്ട് പിശാച് കൈയടക്കി വെച്ചിരിക്കുന്ന അവൻ്റെ അടിമകളാക്കി അവൻ വെച്ചിരിക്കുന്ന ആളുകളെ വിടുവിക്കാനായിട്ട്, അന്ധകാരത്തിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലാനാണ്. താഴ്വര കടന്ന് യോർദാൻ കടന്ന് യുദ്ധഭൂമിയിലേക്ക് മുന്നേറണം. ഒന്നും കണ്ട് ഭയപ്പെടരുത്, പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുത്. കാര്യം നമ്മുടെ കൂടെ യഹോവയുണ്ട്. യോനാഥാൻ പറഞ്ഞതുപോലെ അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകളല്ല വിഷയം, നമ്മുടെ സമർപ്പണമാണ് വിഷയം. D.L. മോഡിയുടെ പ്രാർത്ഥന നമ്മൾ ഓർക്കണം. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇതുവരെയും കണ്ടിട്ടില്ല. D.L. മോഡി പറഞ്ഞു, കർത്താവെ ആ മനുഷ്യൻ ഞാനായിരിക്കട്ടെ. ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവെ ആ വ്യക്തി ഞാനായിരിക്കട്ടെ. കർത്താവെ ഞാൻ പൂർണ്ണമായിട്ട് എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ആ വ്യക്തി ഞാനായിരിക്കട്ടെ. ഞാൻ മുന്നോട്ട് തന്നെ പോകും. എനിക്ക് ശൗലിൻ്റെ പടച്ചട്ട വേണ്ട, ഞാൻ മുന്നോട്ട് തന്നെ പോകും. എനിക്ക് സാമ്പത്തിക കാര്യങ്ങൾ വേണ്ട. കർത്താവെ ഈ യുദ്ധം എനിക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ്. ഈ ഫെലിസ്ത്യ മലനെ കൊല്ലാൻ എനിക്ക് കിട്ടുന്ന അവസരമാണ്. അല്ലാതെ ധനം മോഹിച്ചല്ല ഞാനിത് ചെയ്യുന്നത്, പണം മോഹിച്ചല്ല ഞാനിത് ചെയ്യുന്നത്, പദവികൾ മോഹിച്ചല്ല ഞാനിത് ചെയ്യുന്നത്, സംഘടനയുടെ സെക്രട്ടറി ആകാമെന്ന് വെച്ചല്ല ഞാനിത് ചെയ്യുന്നത്. ജീവനുള്ള ദൈവത്തെ നിഷേധിക്കുവാനും നിന്ദിക്കുവാനും ഇവൻ ആര്? ഈ ഫെലിസ്ത്യ അഗ്രചർമ്മി ആര്? ഹല്ലേലൂയ. നമ്മുടെ സീൽ. ഇവൻ്റെ നിമിത്തം ഇനി ആരും പ്രയാസപ്പെടേണ്ട. അടിയൻ അവനുമായി അംഗം പൊരുതും. നമുക്ക് പറയാൻ പറ്റുമോ ഈ പിശാചിനെതിരെ അംഗം പൊരുതുവാനായിട്ടൊന്ന് സമർപ്പിക്കാൻ? ഞാൻ ദൈവത്തിൻ്റെ ഒരു സേനാനിയാണെന്ന് പറയാൻ, അവൻ്റെ ശക്തി ഞാൻ മുന്നോട്ട് പോകും, എനിക്ക് ലോകത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമില്ല എന്ന് പറയാൻ, രഹസ്യ യുദ്ധത്തിൽ എൻ്റെ മോഹങ്ങളെയും എൻ്റെ വികാരങ്ങളെയും എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രവൃത്തികളെയും ഒക്കെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിവുള്ള, അതിനെന്നെ സഹായിക്കുന്ന ദൈവം. ഒരു രഹസ്യ യുദ്ധത്തിൽ വിജയിക്കുന്നവന് തീർച്ചയായും പരസ്യ യുദ്ധത്തിനുള്ള തൻ്റെ ഇടമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ രഹസ്യ യുദ്ധത്തിൽ ഞാൻ എൻ്റെ ആട്ടിൻകുട്ടി, എൻ്റെ ആത്മാവിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ കോപത്തിനോ ഈഗോയ്ക്കോ ഒന്നും വിട്ടുകൊടുക്കത്തില്ല. അതിനോടൊക്കെ പോരാടി വിജയിക്കുന്ന, രഹസ്യ യുദ്ധത്തിൽ പോരാടി വിജയിക്കുന്നൊരവസ്ഥ. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ആട്ടിൻകുട്ടിയെ നിങ്ങൾ വിടുവിച്ചാൽ സിംഹം നിങ്ങളുടെ നേരെ തിരിയുമായിരിക്കും. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചവനായ യഹോവ. നമുക്ക് കഴിയില്ല. ശൗല് പറയുന്നു, നിനക്ക് പ്രാപ്തിയില്ല. ഇല്ല, എനിക്ക് പ്രാപ്തിയില്ല. പക്ഷേ ദൈവത്തിന് പ്രാപ്തിയുണ്ട്. എൻ്റെ പ്രാപ്തിയിലല്ല, ദൈവത്തിൻ്റെ പ്രാപ്തിയിൽ. ഹല്ലേലൂയ. മുന്നേറുവാൻ, പിന്തുടർന്ന് ചെല്ലുവാൻ, ആ കരടിയുടെ പിന്നാലെ ഞാൻ പിന്തുടർന്ന് ചെല്ലുവാൻ ദൈവം തീർച്ചയായും പ്രവർത്തിക്കുവാൻ മനസ്സുള്ളവനാണ്. പക്ഷെ നമ്മുടെ സമർപ്പണം മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. പല ശൗര്യമാരും യുദ്ധം അവസാനിപ്പിച്ച് ഓടിക്കൊണ്ട്, ഒരു കാലത്ത് അഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു, പോയി. ഇന്നിപ്പോൾ സുവിശേഷം അറിയിക്കാൻ അവന് മോഹമില്ല, ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളതേ ഉള്ളൂ. എക്സസൈസ് മാത്രമേ ഉള്ളൂ, ഓട്ടമേ ഉള്ളൂ. പക്ഷേ നമ്മൾ അഭിഷിക്തരാണ്. ഒരു കാരണവശാലും വെറുതെ എക്സസൈസ് ചെയ്തിട്ട് മടങ്ങിപ്പോകാൻ വേണ്ടിയല്ല. ഫെലിസ്ത്യമല്ലൻ്റെ വെല്ലുവിളി കേട്ടിട്ട് മടങ്ങിപ്പോകാനല്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേര് പറയും, ഞാൻ യേശുവിൻ്റെ പോരാളിയാണ്, ഞാൻ പാതാളത്തിൻ്റെ ഗോപുരങ്ങളെ ഇടിച്ച് കളയുവാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് എത്ര പേര് പറയും? കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ ഞാൻ യേശുവിൻ്റെ സേനാനിയാണെന്നൊന്ന് പറയാമോ? കർത്താവേ, സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. കർത്താവേ, ആ മനുഷ്യൻ ഞാനായിരിക്കട്ടെ. കർത്താവേ, ഈ യുദ്ധത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ പുറംകാട്ട് ഞാൻ മരിക്കില്ല,
എൻ്റെ നെഞ്ചു കാട്ടി മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ. എത്ര പേര് പറയും ദൈവസന്നിധിയിൽ? യേശുവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് ആവശ്യമുണ്ട്, ഒരു പുത്തൻ ജീവിതം ആവശ്യമുണ്ട്, ഒരു പുത്തൻ ആത്മാവ് ആവശ്യമുണ്ട്, ഒരു പുത്തൻ ചിന്ത ആവശ്യമുണ്ട് കർത്താവേ. പ്ലീസ് ലോർഡ്. കർത്താവേ, ഞങ്ങൾ രഹസ്യ യുദ്ധത്തിൽ ഞങ്ങളുടെ എല്ലാ മോഹങ്ങളെയും ചിന്തകളെയും ദുഷ്പ്രവൃത്തികളെയും എല്ലാം തകർത്ത് കളയുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരസ്യ യുദ്ധത്തിൽ നിന്റെ നാമത്തിൽ ചെല്ലുവാൻ ദാഗോന് നേരെ യഹോവ, ഹല്ലേലൂയ കർത്താവേ, ലോകം ഞങ്ങളുടെ നേരെ നിൽക്കുമ്പോൾ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് നിങ്ങൾക്കറിയാം. എന്നാൽ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഭീരുത്വം ഞങ്ങൾ അനുഭവിക്കുന്നില്ല. ഈ താഴ്വര കടന്ന്, ഈ യോർദാൻ കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അതിനുള്ള ശക്തി നീ തന്നിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ വിരലുകളെ നീ യുദ്ധം അഭ്യസിപ്പിച്ചിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്റെ യോദ്ധാക്കളാകുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഇന്ന് ഏറ്റുപറയുന്ന കർത്താവേ, ഞാൻ നിന്റെ യോദ്ധാവാണ്. I am your soldier, oh Jesus. I am your soldier, oh Jesus. I am a soldier, oh Jesus. നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം യേശുവിന്റെ നാമത്തിൽ.